എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ മാലിന്യങ്ങൾ ഒന്നുമില്ലാത്തത് ശുചി. സർവഗതം ശാന്തം പരമാർത്ഥ ഘനം ശുചിഹി എന്നാണ് യോഗവാസിഷ്ടം പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ചാല്, പ്രപഞ്ചവാസത്തില് പ്രത്യേകതകളിൽ ഈ പ്രപഞ്ചത്തിൽ വസിക്കാൻ തുടങ്ങുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചം, ഇത് നമ്മളുമായിട്ട് അതുമായിട്ട് വളരെ ഘടിപ്പിച്ചിരിക്കണമെന്ന് തന്നെ പറയാം. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ പ്രപഞ്ചവും അതിന്റെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് മനുഷ്യന്റെ അറിവ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അറിവ്, ജ്ഞാനം, കണ്ടുപിടുത്തങ്ങള്, ബുദ്ധി വികസനങ്ങള്, ശാസ്ത്രങ്ങള്, സിദ്ധാന്തങ്ങളൊക്കെ എവിടെയാണ്? എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് ഇത് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അത് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഉപാധികളായിരിക്കുന്ന നമ്മുടെ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചീകൃതമാണ്, ഈ പഞ്ചീകൃതമാണ്. അതെല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പൊ അതിനെ അതിക്രമിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് അനുഭവത്തിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ പ്രപഞ്ചദശയുടെ അകത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഇവയെല്ലാം. ഈ സവിശേഷതകളുടെ സീമയ്ക്ക് പുറത്തുള്ളതാണ് നമുക്ക് അറിയാത്തതും ഒരിക്കലും അറിയാൻ സാധിക്കാത്തതും ഉള്ളത്. അപ്പൊ ഈ ദേശകാലങ്ങള്, ഈ ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങള്, പരിണാമ ദശകള്, അവസ്ഥകള്, മനസ്സ്, ശരീരാദി ഘടകങ്ങള് ഒക്കെ എവിടെയാണ്? ഈ എർത്ത്ലി പ്ലെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എർത്ത്ലി ഡയമെൻഷനിൽ മാത്രമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. എന്താ ഇതിന് കാരണം? നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളിലാണ് ഇത് കുടുങ്ങി വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരം പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും, അവിടെ മറ്റത് കടത്തിവിടാൻ പറ്റും, വൈതരണി നദി കടത്തിവിടാം. ഇവിടെയും അവിടെയും തമ്മിൽ ബന്ധമുണ്ട്. അവരിവിടെ വന്ന് ഭൂതപ്രേത പിശാചുക്കളായിട്ട് അലയുന്നു. ഇത് കാരണം വളരെ വളരെ ഗഹനമായിട്ട് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും തന്ത്രശാസ്ത്രത്തിലും ഒക്കെ പറയുന്ന ഒരു കാര്യം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു 50% നമ്മുടെ എന്താ പറയാ അന്ധവിശ്വാസങ്ങളെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരാൾ ഇവിടെ കർമ്മം ചെയ്ത് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിൻതലമുറക്കാരും പലതും ഇവിടെ ആചരിക്കുന്നു. അവരെ കർമ്മ വിമുക്തരാക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ഒരുപാട് പുണ്യങ്ങളെ സഞ്ചയിച്ചു കൊടുക്കാൻ പറ്റുന്നു. ഇതിനൊക്കെ ഇത് ബേസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം. കാരണം എന്താ? എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്ത് കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രങ്ങളും ബുദ്ധി വികസനങ്ങളും എന്ത് സിദ്ധാന്തങ്ങളും എല്ലാം പ്രപഞ്ച ദശയുടെ അകത്ത്. അപ്പൊ ഈ നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനകത്ത് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരവും പഞ്ചേന്ദ്രിയങ്ങളും നമുക്ക് മീഡിയം ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന 5 മീഡിയത്തിൽ കൂടെയാണ് ഈ ശരീരവും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഉള്ളിനകത്തിരിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചാതീതമായിട്ട് ഒരു വസ്തുവേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ. അതിന്റെ പേരാണ് പരമാത്മാവ്. അതിന്റെ നാമരൂപങ്ങളോ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ്. അത് ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു വസ്തു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രപഞ്ചത്തിന്റെ തലം എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന പരമാത്മാവ്. അതിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബുദ്ധിക്കും സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ ഒരു സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ ഈ പരാശക്തിയെ നമുക്ക് അറിയാൻ പറ്റൂ. ഈ പരാശക്തിയിലൂടെ പരബ്രഹ്മമാകുന്ന ശിവതത്വത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. നമ്മൾ ഇതിന്റെ അവസാനം ശിവാനന്ദ ലഹരി എന്ന് പറഞ്ഞ പോലെ എന്താണ് ശിവപൂജ, എങ്ങനെയാണ് ശിവനെ ഭജിക്കേണ്ടത്, പരാശക്തിയാകുന്ന അമ്മ എവിടെയാണ്, നമ്മൾ എങ്ങനെയാണ് ശിവനിൽ ഈ അഹംബോധത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, ആ ഒരു ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന സൗന്ദര്യ ലഹരി പോലെയുള്ള 100 ശ്ലോകങ്ങൾ അടങ്ങിയ അതിനെ ബേസ് ചെയ്ത് വളരെ കുറച്ച് തത്വങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി അമ്മയ്ക്ക് ഒരു സമർപ്പണം പോലെ. കാരണം അമ്മ ശിവജ്ഞാനപ്രദയാണ്. നമുക്ക് ശിവനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന പരിമിതമാണ്, ഈ പ്രപഞ്ചാവസ്ഥയിൽ മാത്രമാണ്. അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം എന്താ? ഇതിനകത്ത് ഒതുങ്ങി നിൽക്കും. ഇവിടെ ഇത് ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ശരീരമാകുന്ന മീഡിയം ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതിനപ്പുറം ഉള്ളത് അറിയാനുള്ള മീഡിയം ഇവിടെ നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പിതൃക്കൾക്കും ഇങ്ങനെയുള്ളവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം കൊടുക്കാനൊക്കെ പറ്റുന്ന, എല്ലാം നേടാൻ പറ്റുന്ന ഒരേ ഒരു പ്ലെയിനാണ് ഈ ഭൂമിന്ന് നമ്മൾ കണ്ടു. നമുക്ക് പിന്നെ ഒന്നും അറിയാൻ സാധിക്കില്ല. ഈ സവിശേഷതകളുടെ സീമയ്ക്ക് പുറത്തുള്ളത് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല, ഒരിക്കലും അറിയാൻ പറ്റില്ല.
ഇനി എപ്പോഴെങ്കിലും തിരിച്ച് ഈ ഭൂമിയിൽ ശരീരം സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴും സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ബോധതലം ഉണർന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിലും പിമ്പിലും എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അല്ലാതെ അറിയാൻ പറ്റില്ല. ഈ ദേശകാല ദ്വന്ദ്ങ്ങൾ, അതായത് ഈ ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങള്, ഈ അവസ്ഥകളെല്ലാം തന്നെ ഈ മനസ്സ്, ശരീരം, ബുദ്ധി, ഈ ഘടനകളൊക്കെ തന്നെ ഈ എർത്തിലി ഡയമെൻഷനിലാണ്. നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാര ദശയിൽ മാത്രമേ ആപ്ലിക്കബിൾ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ജീവാത്മാവ്, പരമാത്മാവ്, രണ്ട് തത്വങ്ങള്. ജീവാത്മാവ് എവിടുന്നാ വന്നിരിക്കുന്നത്? പരമാത്മാവിന്റെ ഒരു കണികയാണ്. പക്ഷെ ആ പരമാത്മാവിന്റെ കണികയെ നമ്മൾ ഈ ഉള്ള ഉപാധികളിലൂടെ നമ്മൾ ഇതൊക്കെ ആണോന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. അല്ല, എന്താണ്? ഒരു പ്രതിബിംബമാണ്. എപ്പോഴാണോ ഈ പ്രതിബിംബമാകുന്ന മായയിൽ വരുന്ന വെറും ഒരു മോളില് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുമ്പോൾ തടാകത്തിൽ കാണുന്ന പ്രതിബിംബമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഈ പ്രതിബിംബത്തിന് ശാശ്വതമായിട്ടൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല, ടോട്ടലി ഇല്ല. എപ്പോഴാണോ ഈ ജലത്തിന് എന്തെങ്കിലും കലക്കം വരുന്നത്, ജലം നിർമ്മലമല്ലാത്തത്, അപ്പൊ ഈ പ്രതിബിംബം ഇല്ലാതാകും. അതുപോലെയാണ് നമ്മള്. കാരണം ഇതിന് ശാശ്വതമായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ജീവാത്മാവെന്ന് പറയുന്ന നമ്മുടെ ഒരു തോന്നല് മാത്രമാണ്. അപ്പൊ എല്ലാം ഈ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യവഹാരിക ദശയില് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. എന്ത് പറഞ്ഞാലും ശരിയാ. ഇതിങ്ങനെയാണ്, നാമരൂപങ്ങളുണ്ട്, ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ശരിയാണ്. എവിടെ? ഈ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വ്യാവഹാരിക ദശയിൽ മാത്രം, ഈ ലോക ജീവിതത്തിൽ മാത്രം അതിന് പ്രസക്തി ഉള്ളൂ എന്ന് നമുക്ക് വളരെ എന്താ പറയുക, ഇത് ആഴത്തിൽ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. വളരെ വളരെ ഡീപ്പ് ടു ദ കോറാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മുടെ ഹിന്ദു പൈതൃകം എന്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള കർമ്മങ്ങള്, ഇവിടത്തെ പുണ്യപാപങ്ങള്, ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് വേറൊരു പരലോക പ്രാപ്തി ഉണ്ട് എന്നുള്ള ആ തോന്നല്. കാരണം ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടുന്ന് ഇതിനപ്പുറത്ത് നിൽക്കുന്ന ആ പാരമാർത്ഥിക സത്തയിലുള്ള വിശ്വാസവും അറിവും മാത്രമേ നമ്മളെ ആ തലത്തിലേക്ക് എത്തിച്ചേർക്കുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ പ്രപഞ്ചത്തിൽ വന്നു പോകാനേ പറ്റുള്ളൂ. അപ്പൊ ഈ ലോക ജീവിതത്തിൽ മാത്രം പ്രസക്തിയുള്ള കാര്യങ്ങള്. ഭഗവാൻ ആദിശങ്കരൻ അദ്ദേഹത്തിന്റെ സൂത്രഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ? സ്വപ്നത്തിലെ വ്യവഹാരം എങ്ങനെ ഉണരുന്നത് വരെ സത്യമായിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിലെ ഈ വ്യവഹാരിക ജീവിതം എത്ര വയസ്സ് വരെയാണോ ഉള്ളത്, അതാണ് നമ്മുടെ സ്വപ്നം. ശരീരം കിട്ടിയപ്പോൾ ഉണ്ടായ സ്വപ്നം. അത് നമ്മൾ ഇതുവരെ എവിടെയായിരുന്നു? യഥാർത്ഥ ബോധത്തിലിരുന്ന് നമ്മള് ശരീരമാകുന്ന സ്വപ്നത്തില് ത്രിഗുണങ്ങളോടുകൂടി ഇറങ്ങി വന്ന് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തെ മനസ്സിലാക്കണം. ഈ സ്വപ്നം എത്ര കാലം നിൽക്കും? അറിയില്ല. ഈ വ്യവഹാരം എത്ര കാലമുണ്ട്? അതും നമുക്കറിയില്ല. ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്താണ്? ഒരു സത്യം അറിയണം, ഉണരുന്നത് വരെ മാത്രമേ ഈ ഒരു സ്വപ്നമുള്ളൂ. സർവ വ്യവഹാരങ്ങളോട് കൂടിയ ഈ ഒരു പ്രാപഞ്ചിക തലം. എല്ലാ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ? കാണുക, കേൾക്കുക, മണക്കുക, അങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളിലൂടെയുള്ള പ്രപഞ്ചവുമായിട്ടുള്ള ഇടപെടലുകളെല്ലാം ആ ഒരു പാരമാർത്ഥിക ദശയുടെ ജ്ഞാനം സിദ്ധിക്കുക വഴി സത്യം തന്നെയാണ് എന്ന് എന്താ പറയാ നമുക്ക് മനസ്സിലാവും. കാരണം ഈ ജ്ഞാനം സിദ്ധിക്കുമ്പോൾ മാത്രമേ ഇത് നമുക്ക് ഒരു താൽക്കാലിക ദശയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതുവരെ നമ്മള് എന്താ പറയാ, ഈ ഒരു മായയാകുന്ന നമ്മളെ മയക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പിടിയിൽ വീണു പോകും. അതുകൊണ്ടാണ് പരമാർത്ഥ ദശയുടെ ജ്ഞാനം. ആ ജ്ഞാനം ചിലർക്ക് എത്രയോ ജന്മം എടുക്കും ഈ കാര്യം അറിയാൻ തന്നെ, അല്ലെ? മൃഗങ്ങള്, പക്ഷികളൊക്കെ, മനുഷ്യർക്കും അതുപോലെ അനേക ജന്മങ്ങളുടെ ആ ഒരു എന്താ പറയാ ഈശ്വരേച്ഛ അല്ലെങ്കിൽ ശക്തിപാദം, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പരമാർത്ഥ ദശയുണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ജ്ഞാനം നമുക്ക് കിട്ടണം. അപ്പൊ ഈ ഭൂമി കൂടാതെ വേറെയും ഡയമെൻഷൻസ് ഉണ്ടായിരിക്കുമോ എന്ന് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, ഉണ്ടാകാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടെന്ന് വരാം, ഇല്ലെന്നും വരാം. കാരണം എന്താ? ഒരു ദശ, അടുത്ത ദശ എന്നൊക്കെ പറയുന്നത് ഒരു എർത്തലി ഡയമെൻഷനിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? ജനിച്ചു, വളർന്നു, എന്താ പറയാ, ശൈശവം, കൗമാരം, അങ്ങനെ ഓരോ ദശകളിലൂടെ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തിത്തരണം. അങ്ങനെ ആ ഒരു പരിണാമം ദൃശ്യമാകുന്നതും പറയാൻ പറ്റുന്നതും പ്രപഞ്ചത്തിലേ ഉള്ളൂ. അതേസമയം എപ്പോഴും ജരാനരകളില്ലാതെ നമ്മൾ വേറൊരു തലത്തിൽ വെറും ആത്മാവായിട്ടിരിക്കുമ്പോൾ ഓരോ ദശകൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും?
നമുക്ക് അടുത്ത ഒരു ബോധതലത്തിലേക്ക് പോകണമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ ദശകളൊക്കെ, പരിണാമ ദശകളൊക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തിലേ ഉള്ളൂ. ഇനി എന്തൊക്കെ ഉണ്ടാവാം എന്നത് നമ്മുടെ ബുദ്ധിക്കും ആലോചനാ ശക്തിക്കും അതീതമാണ്. അവിടെ എന്തൊക്കെയുണ്ട് നമ്മൾ പറയണു, അവിടെ ഒരു ചിന്താമണി ഗ്രഹമുണ്ട്, അമ്മയുടെ 25 ഫോർട്ടുകളുണ്ട്, ആ മഹാപത്മാടവിയുണ്ട്, അമ്മയുടെ ഒരു ചിന്താമണി ഗ്രഹം, 9 ആവരണങ്ങള്. അത് നമ്മുടെ ബോധതലത്തില് ബോധം വികസിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉൾക്കാഴ്ചകളാണ് എന്ന് മനസ്സിലാവും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട്, ഇല്ലേ? സൂര്യനും ചന്ദ്രനും ഒന്നും ഉദിക്കാത്ത ഒരു സ്ഥലമുണ്ട്. എന്ത് പ്രകാശം കൊണ്ടാണോ സൂര്യനും ചന്ദ്രനും ഇവിടെ പ്രകാശിക്കുന്നത്, അവിടെ എന്നും ഒരിക്കലും രാത്രിയും പകലുമോ യാതൊരുവിധ പരിണാമ ദശകളോ ഋതുക്കളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് ഏതാണ്? ആ ശിവൻ എന്ന് പറയുന്ന പരമസാത്വികമായിരിക്കുന്ന ഗുണങ്ങൾക്ക് ഗുണാതീതനായിരിക്കുന്ന ആ പ്രകാശം, അവിടുത്തെ വിമർശ സ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി നമ്മളെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കി ലീല പോലെ കളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിനപ്പുറമുള്ള ലോജിക്കൽ തിങ്കിങ് പോലും ഈ ഒരു ദശയില് ചിലപ്പോ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറം എന്താന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? മനസ്സ് വേണം, അല്ലെ? മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലോജിക്കലി ചിന്തിക്കാം. അത് ഈ ഒരു ഡയമെൻഷനിൽ ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പൊ ശ്രീ ശങ്കരൻ പറയുന്നു, ശങ്കരാചാര്യര് പറയുന്നു, ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്, അദ്വൈതം എന്ന രണ്ടില്ല എന്ന് സംഖ്യയെ നിഷേധിച്ചുകൊണ്ടാ പറഞ്ഞത്. കാരണം നമ്മളെല്ലാം സംഖ്യ 1, 2, 3 എന്നുള്ള ആ സാഖ്യതലത്തില് നമുക്ക് പ്രപഞ്ചത്തിൽ മാത്രമേ ഉള്ളൂ. പ്രപഞ്ചാതീതമായിട്ട് അങ്ങനെ പറയാം. അദ്വൈതം എന്നാല് എണ്ണലല്ല, അവിടെ ഏകമായിരിക്കുന്ന പരമമായിരിക്കുന്ന സത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ചില ഈശ്വര ഇച്ഛയ്ക്ക് വിധേയമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും കർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ കർമ്മനിരതരായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ കർമ്മം ചെയ്യാൻ അല്ലേ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മള്? വെറുതെ ഒരു കട്ടിലിൽ ഒരു മനുഷ്യൻ കിടന്നാലും അവിടെയും കർമ്മമുണ്ട്. എന്തിന്റെ കർമ്മം? മനസ്സിന്റെ കർമ്മം, ഇല്ലേ? അപ്പൊ കർമ്മനിരതരായിട്ടിരിക്കാൻ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതും. കർമ്മരഹിതമായിട്ടിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഈശ്വരൻ നിശ്ചയിച്ച ആ പാത്രധർമ്മം, ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ധർമ്മത്തെ നിശ്ചയിച്ച് അഭിനയിക്കാനുള്ള ഭാഗം, അത് ഭൂലോകമാകുന്ന ഈ രംഗമന്ദിരത്തില് നടിച്ചു തീർക്കാൻ നമ്മള് ബാധ്യസ്ഥരാണ്. മനുഷ്യനടക്കമുള്ള സകല ജീവികളും. അവിടെ നമുക്ക് എതിർത്ത് പറയാൻ ഒന്നും പറ്റില്ല. കാരണം പറ്റില്ല എന്ന് ആരോടാ പറയുന്നത്? വന്നു കഴിഞ്ഞു, ഇനി ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ അയച്ച ഒരാളുണ്ട്. അപ്പൊ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ ഇച്ഛയ്ക്ക് വിധേയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കർമ്മം ചെയ്യാനാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ തിരിച്ച് പറയാനും കേൾക്കാനും ഒന്നുമില്ല. വിധിക്കനുസരിച്ച് നമുക്ക് പോവാനേ പറ്റുള്ളൂ. അഭിനയ ഭാഗം, അതായത് രംഗം എവിടെയാ അഭിനയിക്കാൻ അയച്ചിരിക്കുന്നത്? ഈ ഭൂലോകം. അപ്പൊ ഇവിടെ നമ്മളെ നന്നായിട്ട് നടിച്ചു തീർക്കുക. അയച്ച ആളിനെ എപ്പോഴും ഓർക്കുക. കാരണം എന്താ? അയച്ച ഒരാളുണ്ട്, ആ ആളിന്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയ നാടക സ്റ്റേജാണ്. നമ്മുടെ ശരീരം ഇരിക്കുന്ന എത്ര കാലമുണ്ടോ അത്രയും കാലം അവിടെ. അപ്പൊ നമ്മുടെ എന്താ പറയാ, രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ നമ്മൾ പറയും നാടകത്തിന്റെ ഭാഷയിലൊക്കെ, അല്ലെ? ആ രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്ന മരണം വരുന്നിടം വരെ ഇവിടെ നന്നായിട്ട് അമ്മയാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് എന്തൊക്കെയോ കർമ്മം അമ്മ നമ്മളിൽ നിക്ഷിപ്തമായിട്ടാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയായി ചെയ്യുക, അതിനെ നടിച്ചു തീർക്കുക, അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. എന്താ? അയച്ചവരോട് ഒരു കൂറ നന്ദിയൊക്കെ വേണം. കാരണം നമ്മൾ എന്താണ്, എങ്ങനെയാണ്, നമ്മുടെ ആ ചിന്തകൾ എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ തരണം, എന്തൊക്കെ തരണ്ട എല്ലാം അറിയുന്ന ഒരാളാ അമ്മ. തന്റെ മക്കളെ കുറിച്ച് A to Z അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അമ്മയാണ്, അല്ലേ? അപ്പോ ഈ ഒരു നടിച്ചു തീർക്കാനുള്ള മനുഷ്യരടക്കം സകല ജീവികളും ആ കഥാപാത്രങ്ങളായിട്ട് ഈ ഭൂമിയിൽ എത്തുന്ന എന്തായിട്ട്? പണ്ഡിതനായിട്ടും പാമരനായിട്ടും വിശാല മനസ്സുള്ളവരും പിശുക്കരായിട്ടും മഹത്തുക്കളായിട്ടും ഉന്നത സ്ഥിതിയിലുള്ളവരായിട്ടും കുറേ സത്കർമ്മങ്ങൾ ചെയ്തവര്, ധർമാത്മാക്കള്, ഇങ്ങനെ പല രീതിയിൽ ഇവിടെ വരുന്നു ഭൂമിയിൽ. അതുപോലെ തന്നെ തിരിച്ചും അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ദുഷിച്ച ചിന്താഗതിയുള്ളവര്, മറ്റുള്ളവരോട് എന്താ പറയാ, അസൂയയും അവരെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയുള്ളവര്, നീചന്മാര്, നീചമായിട്ടുള്ള ശീലമുള്ളവര്, വാസനകളുള്ളവര്, എന്താ പറയാ, ഒരു തലതിരിഞ്ഞ പെരുമാറ്റം കൊണ്ട് നടക്കണവര്, കൊടിയ പാപങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത മൂർഖന്മാര്, ഇങ്ങനെ കുറെ രൂപങ്ങളും
ഈ പ്രപഞ്ചത്തിൽ അയച്ചിരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ വേഷം, അവരവരുടെ ആ ഭൂമിക, നമുക്ക് ചെയ്യേണ്ട തട്ടകം എന്ന് പറയും ഭൂമിക, ആ ഭൂമിക അല്ലെങ്കിൽ റോള് നമ്മൾ അഭിനയിക്കണം. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരീരം സ്വീകരിക്കുമ്പോൾ അഭിനയമാണ്. ശരിക്കും നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന വാക്കുകളെല്ലാം അസ്തമിക്കും, പ്രവർത്തികൾ അസ്തമിക്കും, കർമ്മങ്ങളും തീരും. കാരണം പിന്നെ നമുക്കിവിടെ എപ്പോഴാണോ സ്വരൂപജ്ഞാനം ഉണ്ടാകുന്നത് അവിടെ കർമ്മം അവസാനിച്ചു എന്ന് പറയും. പിന്നെ നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അതാണ് ശരിക്കും ദക്ഷിണാമൂർത്തി സ്വരൂപമായിരിക്കുന്ന ശിവഭഗവാൻ. എപ്പോഴാണോ നമുക്ക് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കുറെ എന്തൊക്കെയോ നേടാൻ, അല്ലെ? പക്ഷെ നമുക്ക് എപ്പോഴാണോ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ നിവർത്തിക്കുന്നത്, എപ്പോഴാണത്? ആ നിവർത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥ സ്വരൂപം അറിഞ്ഞവർക്ക് മാത്രമേ നിവർത്തിക്കാൻ പറ്റൂ. അപ്പൊ നിവർത്തിച്ചു കഴിഞ്ഞാൽ ചോദ്യോത്തരങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, എല്ലാം എന്താ? ടോട്ടലായിട്ടുള്ള ഒരു ശരണാഗതി, ആ ഒരു തല കുനിഞ്ഞ് എല്ലാം ആ പാദപത്മങ്ങളില് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോ ഈ പറഞ്ഞ എന്താ പറയാ, ഈ റോള് നന്നായിട്ട് അത് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അഭിനയം അവിടെ തീർന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് രംഗബോധം, രംഗം, ഈ ഭൂമിയാകുന്ന രംഗത്തിൽ വന്ന അഭിനയം. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ മനുഷ്യര് എന്തൊക്കെയോ നേടാനായിട്ടുള്ള ജീവിതത്തെയാണ് അഭിനയം. അല്ലാതെ അവരുടെ ഈ പേഴ്സണാലിറ്റി വേറെ ഒരു എന്താ പറയാ മറ്റേ നാടകാഭിനയം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അഭിനയം എന്ന് പറഞ്ഞാല് സ്വരൂപ ദർശനമില്ലാത്തവര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നർത്ഥം. അപ്പൊ ഈ എന്താ പറയാ, നമ്മള് ശരിക്കും പറഞ്ഞാല് മഹാത്മാക്കളെ കണ്ട് നമ്മൾ അതിശയിക്കേണ്ട, പാപികളെ കണ്ട് ദുഃഖിക്കേണ്ട, ആ പാപികളെ അധിക്ഷേപിക്കേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താണ്? ഇവിടെ ഒരു പ്യൂരിഫിക്കേഷൻ, ഇതിനകത്ത് കളിച്ചിരിക്കുന്നതും കളിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു മഹാശക്തിയാണ്. പാപികളെ നമ്മൾ പാപം ചെയ്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. പാപം ചെയ്യിപ്പിച്ചതും അവരെ പാപവിമുക്തരാക്കുന്നതും അമ്മയാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ഗഹനമായിട്ട് പോയില്ലെങ്കിൽ ഇത് ഡെലിക്കേറ്റ് വിഷയമാണ്. ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ വരാം. പക്ഷെ എന്താ പറയാ, സംശയം വരാതെ പോകാൻ ഉള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് ഇതിപ്പോ യോഗസൂത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലല്ലാതെ വളരെ ഡെലിക്കേറ്റ്, തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണിത്. അങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കി പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ലളിതാ സഹസ്രനാമ പഠനത്തിലൊക്കെ നമുക്ക് നമ്മുടെ ദേവിയായിരിക്കുന്ന പരാശക്തിയെ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ തലങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ ഇതിനെ അതിക്രമിച്ച് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇതിനെ സൂക്ഷ്മതലത്തില് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ പ്രപഞ്ച ജീവിതം ഒന്ന് സൂക്ഷിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരേച്ഛയെ നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമായിരുന്നു. ഈശ്വരേച്ഛ എന്ന ഉറച്ച വിശ്വാസം എന്താ ഇത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് പറഞ്ഞാല്, ഈ ഈശ്വരേച്ഛ എന്ന് പറയുന്ന ഉറച്ച വിശ്വാസം പതുക്കെ പതുക്കെ നമ്മുടെ ഈഗോ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആണവമലം എന്താ? ഞാൻ എന്നുള്ള ഒരു ഭാവം, അത് വലിയ ബുദ്ധിമുട്ടാണ്. മരണക്കിടക്കെ പോലും വിടില്ല ഞാൻ. അപ്പോ ഇതിങ്ങനെ നമ്മള് ആ ഒരു ഈഗോയെ നമുക്ക് നമ്മുടെ ആ ഞാൻ എന്നുള്ള ഭാവത്തെ, ഒരു ദുർബല വ്യക്തിത്വത്തെ ക്ഷയിപ്പിക്കും. നമ്മുടെ ഏത് അവസരത്തിലും നമ്മുടെ ആണവമലമാകുന്ന ഈഗോ നമ്മളെ വിട്ടുപോവില്ല. അപ്പൊ ഇത് ഈശ്വരേച്ഛയാണ്, ഭഗവാനാണ്, ഈശ്വര ശക്തിയാണ്, നിനക്കിതിനകത്ത് റോളൊന്നും ഇല്ല എന്ന് മനസ്സിനെ കൊണ്ട് വീണ്ടും 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 പറയിക്കുമ്പോൾ ഈ പറഞ്ഞ ആണവമലം പതുക്കെ പതുക്കെ അലിയാൻ തുടങ്ങും. അത് ദുർബലമായി തുടങ്ങും, അല്ലെ? അത് കുറഞ്ഞു കൊണ്ടുവന്നാലേ നമുക്ക് മായിക മലങ്ങളെ എന്താ പറയാ, പിന്നെ മായിക മലത്തെ മുറുകെ പിടിക്കില്ല. അപ്പൊ നമുക്ക് യഥാർത്ഥ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ആണവമലം ഞാനാണ്, എന്റേതാണ് എന്നുള്ള തോന്നല്, ഈ ഡ്യുവാലിറ്റി അല്ലേ നമ്മളെ കർമ്മം ചെയ്യാൻ പിന്നെയും പിന്നെയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആണവമലം കുറഞ്ഞു വരുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? മായിക മലം നമ്മളെ കുറച്ച് കുറച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്കുള്ള ജ്ഞാനം എന്താണ് എന്നുള്ളത് മനസ്സിലായി തുടങ്ങും. അപ്പൊ ഈ മായിക മലം നമ്മളെ മുറുക്കി പിടിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. കാരണം മായികമലം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങള്, വിചാരങ്ങള് എല്ലാം എന്താണ്? ഈശ്വരേച്ഛ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നറിഞ്ഞു തുടങ്ങും. അതൊക്കെ നമ്മള് ജ്ഞാനത്തിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് കയറും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈശ്വരേച്ഛയെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം നമ്മുടെ ശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് മാത്രമേ ഈ പരാശക്തിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ന കർമ്മമലം, അപ്പൊ ഞാൻ എന്ന പദം ഏത് കർമ്മത്തോടും ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കും. എല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? എത്രയോ ഗുരുക്കന്മാര് നമ്മുടെ പരമ്പര എല്ലാരും എന്താ പറയുന്നത്? ആ പരാശക്തി നിശ്ചയിക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും
എന്ത് അനുഗ്രഹം കൊടുക്കുമ്പോഴും അവർക്ക് ഒരു വാക്കേ ഉള്ളൂ, അമ്മ അനുഗ്രഹിക്കട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതാണ് യഥാർത്ഥ ജ്ഞാനം. നമ്മളെ സാധാരണഗതിയിൽ ഒരു സാധാരണ തലത്തിൽ ജീവിക്കുന്നവരെല്ലാം എൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഞാനിതാ അനുഗ്രഹിക്കുന്നു. ഈ ഞാനാരാ അനുഗ്രഹിക്കാൻ? എന്ത് ക്വാളിറ്റിയാ നമുക്കുള്ളത്? ഒന്നുമില്ല. ഈ വെറും മലത്രയങ്ങളോട് കൂടിയ, പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയ ഒരു ശരീര ഭാണ്ഡം മാത്രമേ ഉള്ളൂ നമ്മള്. പക്ഷെ ഇതിനകത്ത് ഒരു വലിയ ശക്തി ഇരിപ്പുണ്ട്. ആ ശക്തിയെ തൊട്ടിട്ട് അമ്മയുടെ അനുഗ്രഹം, അവിടെ മാത്രമേ ഈ തൊട്ടനുഗ്രഹിക്കുക എന്ന് പറയുന്നത് അതാണ്. എപ്പം നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നു, അപ്പോഴും നമുക്ക് നമ്മുടെ വായിൽ നിന്ന് സ്വാഭാവികമായിട്ട് എന്താ, ചിലര് പറയും വിത്ത് ഗോഡ്സ് ഗ്രേസ് എന്ന് പറയും, ചിലർ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടെന്ന് പറയും, ചിലപ്പോ പറയും ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. നമ്മുടെ ഉപാസ്യ ദേവത ആരാണോ നമ്മൾ അവരെ സദാ തൊടും. എന്താ, ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഇല്ലെങ്കിൽ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തില് എന്താ, ഡേ ടു ഡേ ലൈഫില് പ്രാവർത്തികമായിട്ട് വരുമ്പോൾ നമ്മുടെ കാർമ്മിക മലം, കർമ്മത്തോടുള്ള ആ ബന്ധം ഒരുപാട് കുറയും. എന്താ, കർമ്മത്തെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഞാൻ എന്നുള്ള ആ ഒരു അതീന്ദ്രിയ ആ ഒരു നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ശക്തി പതുക്കെ 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 കുറഞ്ഞു വരും. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇതിനെയാണ് നമ്മള് ആണവമലത്തിൽ നിന്ന് കാണവമലം കുറഞ്ഞു വന്നു, ഈഗോ കുറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ പ്രശ്നമായിരിക്കുന്ന നമ്മുടെ കർമ്മമലവും കുറയാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മളെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതം മുഴുവനും ഈശ്വരേച്ഛയാണ്, ഈശ്വരന്റെ ഇഷ്ടമാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് പതുക്കെ പതുക്കെ ബാക്കിയുള്ളവരോടൊക്കെ ചിലപ്പം പറയുമായിരിക്കും, ആ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷെ നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളാൻ തുടങ്ങും. കാരണം ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ നടന്നു തന്നെ തീരണം. എനിക്ക് അതിനകത്ത് റോളില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ അല്ല, അതിന് എന്റെ പുറകിൽ എന്തോ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഞാനെന്നുള്ള പദം എപ്പോ നമ്മൾ കർമ്മത്തോട് ചേർക്കാതിരിക്കുന്നോ അപ്പോഴും മുതൽ നമ്മൾ ശുദ്ധമായി, ആ കർമ്മമലത്തിൽ നിന്ന് ശുദ്ധമായി നമ്മള്. കാരണം ഈ ഞാനെന്ന് പറയുന്ന വസ്തുവാണ് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നതും വീണ്ടും വീണ്ടും ജന്മത്തിന് കാരണം. ഞാൻ ചെയ്യുന്നു, ഞാൻ പറഞ്ഞു, എന്റെ സ്വത്ത്, എന്റെ പണം, എന്റെ മക്കള്. അപ്പൊ നമ്മൾ എന്താ പറയാൻ തുടങ്ങുന്നത്? അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഇതൊന്നും എന്റേതല്ല, അമ്മ തന്നു, അമ്മ സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ നല്ല കുഞ്ഞുങ്ങളെ എന്റെ അമ്മ എനിക്ക് തന്നു, നല്ലതായിട്ട് വളർത്താനുള്ള ജോലി അമ്മ എന്നുള്ള രീതിയിൽ മെറ്റേണലി 9 മാസം ചുമന്നത് കൊണ്ട് 10-ാം മാസം പുറത്തു കൊണ്ടുവരാൻ ആ ഒരു കടമയും അമ്മ എനിക്ക് തന്നു. അവരെ വളർത്തുക എന്നുള്ളത് അമ്മയ്ക്ക് വന്ന് വളർത്താൻ പറ്റുമോ? ഇല്ല. അത് മാത്രമേ എന്നെ ഏൽപ്പിച്ചുള്ളൂ. പക്ഷെ അവരെ നോക്കുക എന്നുള്ള കടമ എന്റെ ആ ഭഗവതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നു. അതാണ് നാച്ചുറലി നമ്മുടെ കർമ്മങ്ങൾ കൊഴിഞ്ഞു പോവുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഒന്നും പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയോ ആർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരുപാട് ദേവിയായിട്ട് എന്താ പറയാ, നമ്മളങ്ങ് കൊല്ലുകയാണ്. അമ്മയുടെ പാദത്തിൽ വെച്ച് രാവിലെയും വൈകിട്ടും നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് മെയിലിങ് അമ്മയ്ക്ക്. ഒരു 10 പൂ കൊടുത്തത് കൊണ്ടോ, ഒരു പഴം കൊടുത്തത് കൊണ്ടോ, ഒരു ത്രിമധുരം കൊടുത്തോണ്ടോ, ബർത്ത്ഡേ ആണ്, ഡെത്ത് ആണ്, മറ്റതാണ്. അമ്മയ്ക്ക് ഒരു മാസത്തിൽ 10 കാര്യങ്ങളെങ്കിലും പ്രത്യേകിച്ച് ചെയ്തു തരാൻ നമ്മൾ കൊടുക്കും, അതായത് നമ്മുടെ ആവശ്യങ്ങളായിട്ട്. അപ്പൊ അത് എന്തുകൊണ്ടാ? ഈ മായികമായിട്ടുള്ള മലം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഞാൻ എന്നുള്ള വ്യക്തിത്വത്തെ മുറുക്കി പിടിക്കുന്നതുകൊണ്ടാണ്. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമെങ്കിലും ഉണ്ട് ഇവിടെ ഉണ്ടോ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം അറിയുന്ന ആ പരാശക്തിയോടാണ് നമ്മൾ പറയുന്നതെന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാല് അവിടെ പറയുന്നത് ഒന്നും, പിന്നെ എന്താ പറയുക അവിടെ? നമ്മുടെ ഒരു തോട്ട്, ഈ തോട്ട് ഉദിച്ചു വരുന്നത് എവിടെയാ? ആദ്യത്തെ തോട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോട്ട് ഈ അമ്മ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചിന്ത വരുന്നത്. രാവിലെ ഒന്ന് തൊഴുന്നു, അമ്മയുടെ പാദപത്മങ്ങൾ, ഇന്നത്തെ കർമ്മങ്ങൾ നല്ല ശുദ്ധമാവണേ അല്ലേ, കൈ നോക്കിയിട്ട് നമ്മൾ പറയുന്നു കരാഗ്രേ വസതേ ലക്ഷ്മി, ഭൂമിയെ വന്ദിക്കണു, അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്യാൻ ഈ ആദ്യ ചിന്ത വരുന്നത് എവിടെയാണ്? ഞാൻ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ശരീരമല്ല, ബുദ്ധിയല്ല, മനസ്സല്ല, ഇതിനെയൊക്കെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉണർന്നെണീറ്റതും ഇന്ന് കർമ്മങ്ങൾ ചെയ്യാൻ പോണമെന്ന് നല്ലവണ്ണം ദിവസവും രാവിലെ തന്നെ ഇത് ഉറച്ചു കഴിഞ്ഞാൽ ഈ കാർമ്മിക മലം പിന്നെ നമുക്ക് വരില്ല. ഒരിടത്തും ഞാൻ എന്നുള്ള ആ ഒരു വ്യക്തിബോധം പൊങ്ങി പൊങ്ങി വരില്ല. പിന്നെ ഈശ്വരനോട് ഇങ്ങനെ 10 പൂ ഈ മക്കൾക്ക്, 10 പൂ വേറെ കുട്ടികൾക്ക്, ഈ 10 പൂ കൂട്ടുകാരന്റെ മക്കൾക്ക്, ഇങ്ങനെ ദേവിക്ക് വേർതിരിച്ച് നമ്മൾ മതിലുകൾ കെട്ടി ദേവിക്ക് തന്നെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിലാക്കി വെച്ചിരിക്കുക. കാരണം ഇങ്ങനെയാണോ നമ്മുടെ ഉപാസന പോവേണ്ടത്? ചിന്തിച്ചു നോക്കൂ. നമ്മൾ എന്ത് പറയാനാണ് അമ്മയോട്? നമ്മളെ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോ ഗർഭപാത്രത്തിൽ മുതല് നമ്മുടെ ആ ഒരു ഗർഭപാത്രത്തിന്റെ അടുത്തിരുന്ന് കാളികയായിട്ട്
മഹാകാളി കാലത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കാളി നമ്മുടെ ഗർഭപാത്രത്തിൽ നമ്മളെ രക്ഷിച്ച ദേവിക്ക് കാളി എന്ന് പറയാൻ കാരണം എന്താ? ആ 9 മാസം ആ ഒരു എന്താ പറയാ ആ ഗർഭജലത്തിലെ കാരണജലത്തിനകത്ത് കിടന്ന നമ്മളെ ശ്രദ്ധിച്ച് ആ യാതൊരു തട്ടും മുട്ടും ഒന്നുമില്ലാതെ, ബുദ്ധിക്ക് വളർച്ചക്കുറവില്ലാതെ, ശരീര അംഗങ്ങൾക്ക് കേടുവരാതെ ആ പ്രസവ വായുവിലൂടെ, പ്രസൂതി വായുവിലൂടെ ഭൂമി കൊണ്ടുവന്നു. അത് കാളിയാണ്, കാലത്തിലൂടെ നിൽക്കുന്ന അമ്മയാ. അത് കഴിഞ്ഞ് മഹാലക്ഷ്മിയായിട്ട് സ്തന്യം തന്ന് നമ്മളെ ഓരോരുത്തരെയും വളർത്തി 2 വയസ്സ് 3 വയസ്സ് വരെ. അതും അമ്മയുടെ വേറൊരു സ്വരൂപം. സരസ്വതി ദേവിയായിട്ട് വന്ന് ആദ്യാക്ഷരം കുറിച്ച് മാതൃകാ വർണ്ണ രൂപിണിയായിരിക്കുന്ന അമ്മ 51 അക്ഷരങ്ങളിലൂടെ ഈ പ്രപഞ്ചം എന്താണ്, നീ ഭൂമിയിൽ എന്താ എന്തിനാണ് വന്നിരിക്കുന്നത്, നിന്നെ തന്നെ നീ അറിയാനാണ്. അങ്ങനെ പ്രപഞ്ചത്തെ അറിയാൻ ആ ആദ്യത്തെ അക്ഷരങ്ങൾ എഴുതിയതിലൂടെ, ആ സ്വര വ്യഞ്ജനാക്ഷരങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ 3 തരത്തിലെ കാളി, ലക്ഷ്മി, സരസ്വതി ആയിട്ടിരുന്ന ആ നമ്മളെ രക്ഷിച്ച ആ അമ്മയാണ് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ആവശ്യമില്ലാതെ ബോധർ ചെയ്യുന്നത്. അവരത് അപ്പൊ എന്റേതെന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇവിടെ കിട്ടിയപ്പോ നമുക്ക് ദൈവത്തിന് വേറെ ആയി അല്ലേ? അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മറന്നുപോയി. അപ്പൊ അവിടെ അമ്മയ്ക്ക് എന്റേതാണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇതിപ്പരം ഏറ്റവും നികൃഷ്ടമായിട്ട് നീചമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമ്മുടേത്. അതൊരിക്കലും ഉപാസകര് ചെയ്യരുത്. കാരണം അമ്മ തന്നതേ ഉള്ളൂ നമുക്ക്. അത് അമ്മയെ ബോധിപ്പിക്കുകയോ അമ്മയെ ഉണർത്തേണ്ട ആവശ്യമില്ല. വിഷമങ്ങൾ വരുമ്പോൾ അമ്മയ്ക്കറിയാം. തീർച്ചയായിട്ടും അമ്മ അതിനുള്ള പരിഹാരം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പോവേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവരവർ ചെയ്ത കർമ്മങ്ങൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റൂ? പറ്റില്ല. പക്ഷെ ഓരോ കർമ്മങ്ങളിലും നമ്മൾ നശിച്ചു പോവാതെ, നമ്മുടെ മനസ്സ് വീണു പോവാതെ താങ്ങി അടുത്ത വഴിയിലേക്ക് കൊണ്ട് എത്തിക്കും ആ പരാശക്തി. സംശയമില്ലാത്ത കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം. അപ്പോ ആ ഒരു ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ഞാൻ എന്നുള്ള പദം കർമ്മത്തോട് ചേർക്കുമ്പോഴാണ് നമുക്ക് ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ ചെയ്യണു, ഞാൻ എന്ന് പറയുന്ന ഈ ലിമിറ്റഡ് ജീവിക്ക് എന്താ ചെയ്യാൻ പറ്റിയ ഈ പ്രപഞ്ചത്തില്? ഇത്രയും വലിയൊരു പ്രപഞ്ചം. ഒരാള് നമ്മുടെ അടുത്ത് നന്നായിട്ട് പെരുമാറണമെങ്കിൽ, നമ്മളോട് നല്ല വാക്ക് പറയണമെങ്കിൽ, നമ്മൾ ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാ? അത് മാത്രം ചിന്തിക്കൂ. നമ്മൾ ഈ പുറമത്തെ വേഷം കാണണ്ട. പുരുഷനോ സ്ത്രീയോ ആരും ആയിക്കോട്ടെ, അതിന്റെ അകത്തിരിക്കുന്നത് ഈ അമ്മയല്ലേ? ഈ അമ്മയെ അറിഞ്ഞ ഒരാൾ ചെല്ലുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളിന്റെ ഉള്ളിലിരിക്കുന്ന ആ അമ്മയ്ക്കും അതേ സ്വഭാവമാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നടക്കും. ഇത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങള്. ഞാൻ ചെയ്യണു എന്നുള്ള തോന്നലുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ ആകാംക്ഷ, ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അതെങ്ങനെ വരും, ഇതെങ്ങനെ വരും. അപ്പൊ എല്ലാം ശരണാഗതി ചെയ്താൽ എല്ലാം നല്ലതായിട്ട് വരണം എന്നല്ല, പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കണം. എങ്കിലും മനസ്സിന് നല്ലവണ്ണം നമ്മൾ മനസ്സ് തളർന്നു പോവില്ല. എല്ലാം അനുഭവിക്കാനും അതിനെ ഫേസ് ചെയ്യാനും ആ ഒരു ശക്തി നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തെ മലത്തെ, കാർമിക മലത്തെയും നമ്മൾ ഇല്ലാതാക്കണം. എങ്ങനെയാണ് അത് ഇല്ലാതാക്കുന്നത്? ആദ്യത്തെ മലം എങ്ങനെ? ആണവമല, ഈഗോ, ഞാൻ എന്നുള്ള വ്യക്തിബോധം നമ്മൾ ജന്മത്തിലൂടെ കൊണ്ടുവന്നത് ആദ്യം മാറ്റി. എങ്ങനെയാണ് അത് മാറ്റുന്നത്? നമ്മള് എന്താ പറയുക, എല്ലാം ഈശ്വരേച്ഛയാണെന്ന് എന്നും പറയുക. എല്ലാം വിധിയാണ്, കർമ്മങ്ങളാണ്, അമ്മ തീരുമാനിച്ചാണെന്ന് പറയുമ്പോൾ അതിനോടുള്ള പിടി വിട്ട് വരും. രണ്ടാമത് ഇപ്പൊ കർമ്മമലം കുറയ്ക്കും. കർമ്മമലം എല്ലാം ഞാൻ ചെയ്യണു എന്നുള്ള ആ ഒരു കർത്തൃത്വ ബോധം നമ്മളെ വിട്ടുപോയിട്ട് ആഗ്രഹങ്ങളും വിചാരങ്ങളും എല്ലാം തന്നെ എന്താ പ്യുവറാവും. ഈശ്വരേച്ഛ എന്ന് പറയുമ്പോൾ അതിനപ്പുറം പ്യുവറായിട്ട് എന്താ ഉള്ളത്? ആ ശുദ്ധമായിരിക്കുന്ന ഈശ്വരനാണ് എന്നിലൂടെ പ്രവർത്തിക്കുക. പിന്നെ നമ്മൾ അപ്പൊ തന്നെ ശരിക്കും ബോധസ്വരൂപികളായി. പിന്നെ വരുന്നതൊക്കെ എന്താ? ഈ ശരീരം എന്ത് വേണോ അനുഭവിച്ചു പൊക്കോട്ടെ, പക്ഷെ ആ ഉള്ളിൽ ആ ബോധം വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഞാനെന്നുള്ള പദം കർമ്മത്തോട് ചേർക്കാതെ നമ്മുടെ ആകാംക്ഷ, ഉത്കണ്ഠ, ടെൻഷനുകളെല്ലാം പതുക്കെ കുറഞ്ഞു വരും. അങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നറിയുമ്പോൾ നാം കടന്നുപോയ കാലങ്ങളില് നമുക്ക് വന്ന വീഴ്ചകള്, അല്ലെങ്കിൽ ദുഃഖങ്ങള്, നഷ്ടങ്ങള്, ഇവയെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്ന ഭാവിയിലെ അനിശ്ചിതത്വത്തെ കുറിച്ച് ആവലാതിപ്പെടാതെ, നമ്മൾ ഒരു വിഷമങ്ങളും അമ്മയോട് പറയാതെ, വർത്തമാന കാലത്തില് ഇന്ന് ഇപ്പോ ഈ ദിവസം അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ട്, ഞാൻ നന്നായിട്ട് ജീവിക്കണം. ബാക്കിയൊക്കെ എന്താ? കർമ്മം ചെയ്യണ്ട എന്നല്ല, അതിൽ നിന്ന് നമ്മള് കർമ്മ ഫലത്യാഗം, ആ ഫലം എന്ത് വരുന്നുള്ള ഉത്കണ്ഠയില്ലാതെ അത് ഈശ്വരേച്ഛയായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അത് ശുദ്ധമായ കർമ്മമായിട്ട് മാറുകയാണ്. അപ്പൊ ഈ വർത്തമാന കാലത്തിൽ അതാണ് ലീവ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് മാത്രം, നാളെ അറിയില്ല. കഴിഞ്ഞത് പോയി ഇല്ലേ? ഇനി ഒരിക്കലെങ്കിലും തിരിച്ചു വരുമോ? കഴിഞ്ഞത് വരില്ല. അപ്പൊ ഈ ജീവിതക്രമത്തെ
വർത്തമാന കാലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ജീവിത ക്രമത്തെ നമ്മൾ അവലംബിക്കുക. അതിനെയാണ് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിന് വേണ്ട സജീവമായിരിക്കുന്ന ഒരു മനസ്സ്. അപ്പൊ അത് മാത്രമേ നമുക്ക് പ്രവർത്തിക്കുള്ളൂ. നമ്മുടെ ചീത്ത വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ മാറിപ്പോകും. നമ്മൾ പാസ്റ്റിൽ നിന്ന് എന്താ കുറെ കാര്യങ്ങൾ പഠിച്ചു, അതെല്ലാം നമുക്ക് അതിൽ നിന്ന് ആ ജീവിതമാകുന്ന ഒഴുക്കില് എൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങൾക്ക് വന്നു ചേർന്ന് നല്ലതും ചീത്തയും ഒരുപാട് നല്ലത് വന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ എന്താ പർപ്പസിലേ മറന്നു പോകും. ദുഃഖങ്ങളെ ഓർത്തു വെക്കും അല്ലെ. ആ ദുഃഖങ്ങളും നമുക്ക് വന്നു ചേരേണ്ടതായിരുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് അതും അമ്മയുടെ പാദത്തിൽ വെക്കുക. അമ്മ, എനിക്ക് ഇതുവരെ ഞാൻ ശരീരമാണ്, ഞാനാണ് എന്ന് ചിന്തിച്ചു. ഞാൻ എന്തൊക്കെയോ കർമ്മങ്ങള്, പൂർവ്വജന്മാർജിത കർമ്മങ്ങളെ എന്താ പറയാ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണു. ഇനി ലാസ്റ്റ് മിനിറ്റ് വരെ എന്താ വന്നുപോയി. ഇനിയിപ്പം അമ്മ തന്നിരിക്കുന്ന ഈ ഒരു അഭിനയം, ഈ ഒരു റോൾ എനിക്ക് നന്നായിട്ട് അമ്മയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, വേറെ ആരുമല്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മളെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് അമ്മയാണ്, പരാശക്തിയാണ്. അമ്മയുടെ തലമാണ് ഈ ഭൂമി, ഈ പ്രകൃതി. അപ്പൊ ഇവിടെ അമ്മ അയച്ചിരിക്കുന്നു. അമ്മയെ ഉപാസിക്കുന്ന നമ്മൾ പിന്നെ എന്തിനാ ഈ ഭയപ്പെടുന്നത്? എന്തിനാണ് ഈ ആകാംക്ഷയും ടെൻഷനും? അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത എന്താ പറയാ ടെൻഷനുകൾ കൊടുക്കുക, അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കരയുക, ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട. ശാന്തമായിട്ട് സമാധാനമായിട്ട് ആ കയ്യില് പിടിച്ച് നല്ല പോലെ ആ ശ്രദ്ധിച്ച് ജീവിതം എന്ന് പറയുന്ന കളരി, അതായത് ഞാനൊരു ഉപാസകനാണ്, എപ്പോ വേണമെങ്കിലും പതിച്ചു പോകാം, സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും എന്നെ പൊതിഞ്ഞു നിൽക്കുന്നു, അതിൽ ദുഷ്കർമ്മങ്ങളെ എന്നെ വിട്ടിട്ട് അമ്മയുടെ ഭക്തി എനിക്കൊരു ആവരണമായിട്ടിരിക്കട്ടെ, എൻ്റെ മനസ്സ് പതിച്ചു പോകാതിരിക്കട്ടെ, എൻ്റെ ആ ലാസ്റ്റ് വരെ അമ്മയിലേക്കുള്ള പാത സുനിശ്ചിതമായിട്ട് ഞാൻ മറന്നു പോകാതെ, എനിക്ക് സുഖങ്ങൾ വരുമ്പോഴും ആ സുഖം തന്നത് അമ്മയാണ് എന്നുള്ള ഒരു എന്താ പറയുക ഉപകാര സ്മരണയോടുകൂടി എനിക്ക് പോകാൻ പറ്റട്ടെ എന്ന് സദാ അമ്മയോട് പറയുക. അതിനെയാണ് നമ്മൾ ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതായത് സദാ അസ്വസ്ഥമാകുന്ന ചിന്താവിഷ്ടമായ മനസ്സ് നമുക്ക് അപ്രത്യക്ഷമാകണം. രാവിലെ എഴുച്ചാ പറയും, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്തോ ഒരു ടെൻഷനായിരുന്നു, ഇന്ന് ഒരു ദിവസമെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാരണം ഈ സമാധാനക്കേടും ഇതൊക്കെ എന്താ നമ്മൾ ഉണ്ടാക്കിയതാണ്, നമുക്ക് വന്നു ചേർന്നതാണ്. സുഖമായിട്ട് പട്ടുമെത്തെ കിടന്ന് 10 ജോലിക്കാർ നമുക്ക് ആഹാരം കൊണ്ട് തന്നാൽ അതൊരു സുഖമായിരിക്കോ? അല്ല. അപ്പൊ ചില കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു സുഖം ഉണ്ടില്ലേ? ഈശ്വരനെ, അമ്മയുടെ വിളക്ക് കത്തിക്കുക, അമ്മയുടെ ജപിക്കുക, നമ്മൾ സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്നതിന് എന്തൊക്കെയാ അർത്ഥം? നമ്മൾ സുഖം എന്നുള്ള കുറെ കാറ്റഗറിയിൽ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതല്ല. റോൾസ് റോയ്സ് കാറിൽ പോയാൽ സുഖമാണ്, സാധാരണ ഒരു കാറിൽ പോയാലും സുഖം കിട്ടും. നമ്മുടെ മനസ്സാണ് സുഖദുഃഖങ്ങളെ നിശ്ചയിക്കുന്നതെന്ന് അർത്ഥം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന ഒരാളിന്റെ കൂടെ കുറെ കാലം നമ്മൾ ജീവിച്ചാൽ നമുക്കും അത് പടരും. ഇതൊരു രോഗം, ഇതൊരു ശരിക്കും പറഞ്ഞാൽ പകർച്ചവ്യാധിയാണ്. നമ്മൾ എപ്പോഴും ശാന്തമായിട്ട് വരുന്നത് വരട്ടെ, സമാധാനമായിട്ട് ഇരിക്കൂ എന്ന് പറയുന്ന ആളുകളുമായിട്ട് എപ്പോഴും സംഘം ചെയ്യുക. അവർ ഈശ്വരനുമായിട്ട് അടുക്കുന്നവരാണ്. കാരണം അവർക്ക് കർമ്മങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അസ്വസ്ഥമാകുന്ന ചിന്താവിഷ്ടമായിട്ടുള്ള മനസ്സ് നമുക്ക് അപ്രത്യക്ഷപ്പെടുന്ന കാണാൻ പറ്റും. ആ വർത്തമാന കാലത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കർമ്മനിരതമായിട്ട് കഴിഞ്ഞുപോയ കാലത്തിന്റെ പ്രതീക്ഷകള്, ദുഃഖങ്ങള് ഇവയെല്ലാം മറന്ന് ഭാവിയെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയില്ലാതെ നല്ല മനസ്സോടെ വെറും സാക്ഷിഭാവത്തോടെ ജീവിക്കണം. അപ്പൊ അവിടെ വികാരങ്ങളില്ല, എന്താ പറയാ ആ ഒരു ഫലാസക്തിയില്ല, കർമ്മം ചെയ്ത് ടെൻഷനുകളില്ല, ഒന്നിലും തനിക്ക് ഫ്രീ വില്ല് നമ്മുടെ ഇഷ്ടം, ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ശരിക്കും ഓരോ ദിവസവും മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കുക. കാരണം മനസ്സില്ലെങ്കിൽ ശാന്താവില്ല. മനസ്സൊരു കുതിരയാണ്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കണം, മനസ്സെ നീ ഇനി എത്രയൊക്കെ ചാടിയാലും തെറ്റായിട്ടുള്ളതിനൊന്നും ഞാൻ പോവില്ല, എനിക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മനസ്സ് എന്ന് പറയുന്നത് ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഗ്രോസ് ആയിട്ടിരിക്കുന്ന ഭൂമി തത്വത്തിൽ നിന്ന് രണ്ടാമതായിരിക്കുന്ന ആ ലിക്വിഡിറ്റിയിലോട്ട് വരണം എന്ന് പറയുന്നത്. എന്തിനാ നമ്മൾ ഭൂതശുദ്ധി ചെയ്യുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ മാറില്ല. നമ്മൾ പറഞ്ഞില്ലേ, കർക്കശ സ്വഭാവക്കാരായ മനുഷ്യരെ പണ്ടത്തെ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ആണകിടയ്ക്ക് മാറില്ല. അതാണോ മനുഷ്യത്വം? തെറ്റുകളെ മനസ്സിലാക്കി ഒഴുകാൻ പറ്റുന്ന ഒരു മനസ്സ്, നമ്മൾ ചെയ്തു പോയതിനെ കുറിച്ച് ഇനി നല്ല സത്ചിന്തകളുള്ള മനസ്സ്. അപ്പൊ നമ്മളെ ഒന്നിലും മുറുകെ പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളല്ല ചെയ്യുന്നതിന് നല്ലവണ്ണം ഉറപ്പിക്കണം. ഇതൊക്കെയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പൊ വികാരങ്ങളില്ല, അവിടെ നമുക്ക് ചെയ്യുന്നതിന് ഫലങ്ങളില്ല. ഫലം അമ്മ തരും, നമുക്ക് ഉറപ്പാ. ഞാൻ ചെയ്ത ഏത് കർമ്മങ്ങൾക്കാണ് ഫലം തരാതിരുന്നിരിക്കുന്നത്?
ഏത് കർമ്മങ്ങൾക്കും എന്താ പറയാ ഈക്വൽ, ആ ഒരു ശകലം കുറയാതെ തുളുമ്പി കൂടുതലും കൂടെ തരുന്ന ഒരു അമ്മയാണ് നമ്മുടെ പരാശക്തി. ഒട്ടും കുറയ്ക്കില്ല. ശുദ്ധ മനസ്സുകൾക്ക് അവിടെ അർപ്പിച്ച് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് ഒരു കൊച്ചു കാര്യം ചോദിച്ചാല്, ഒരു കൈ കുമ്പിളിൽ ചോദിച്ചാല് ഒരു സാഗരം വാരിത്തരുന്ന അമ്മയാണ് നമ്മൾ പൂജിക്കുന്നത്. അമ്മ എന്ന് വിളിച്ച അതാണ്. കാരണം ആ നിറവ്, ഐശ്വര്യം അവിടെ പിശുക്കി പിശുക്കി തരുന്ന ആളല്ല. അപ്പൊ നമ്മളാണ് പിശുക്ക് കാണിക്കുന്നത്. എന്തിന്? അവിടെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. എന്താ? ഈ ഒരു സത്യത്തെ ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ. നമുക്ക് ഒന്നിലും സ്വതന്ത്രരല്ല, ഫ്രീ വില്ലില്ല എന്നറിഞ്ഞ് ആ മനസ്സിനെ ശാന്തമായിട്ട് പതുക്കെ പതുക്കെ ഈ മനസ്സിനോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ, മനസ്സെന്ന് പറയുന്നത് വളരെ നല്ലൊരു സാധന. നമുക്ക് കൂട്ടി നമ്മുടെ കൂട്ടുകാരിയാക്കാം, നമ്മുടെ ശത്രുവാക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, നമ്മുടെ ബന്ധുവാണ് ഉദ്ധരേതാത്മനാത്മന. നീ എപ്പോ വേണമെങ്കിലും ഈ മനസ്സ് എന്തിനാ റെഡി ആയിട്ട് നിൽക്കും. ഒന്നി പതിക്കും, ഇല്ലെങ്കിൽ നല്ലതാക്കും. ആത്മനാത്മാനം ന ആത്മാനം അവസാദയെ. താഴ്ത്തരുത്. കാരണം നീ കൊള്ളൂല, ഞാൻ അങ്ങനെയാണ്, എന്നെ കൊണ്ട് കഴിവില്ല, ഞാൻ ശപിക്കപ്പെട്ടവളാണ്, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് അതിനെ ഒരിക്കലും താഴ്ത്താൻ പാടില്ല. കാരണം ജീവാത്മാവ് പരമാത്മാവിന്റെ തന്നെ കണികയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വസ്തുവാണ് പരമാത്മാവ്. അതിന്റെ തന്നെ കണികയാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അതിനെ താഴ്ത്തുക? ആ താഴ്ത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം താഴ്ന്നു പോകുന്നത്. അല്ല, പരാശക്തിയാണ് നമ്മുടെ ആത്മാവ്, ജീവാത്മാവിന്റെ ആ കണിക. ആത്മൈവാത്മനോ ബന്ധു. നിന്റെ ബന്ധു ഒരേ ഒരാളെ ഉള്ളൂ, നിന്റെ ഈ പറയുന്ന ആത്മാവ് മാത്രാണ്. ആത്മൈവ രിപുരാ. അതിനെ രിപുരാത്മനഹ എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രുവാക്കാനും പറ്റും നിനക്ക്. കാരണം എന്താ? ഇതിനെ മനസ്സിലാക്കാതെ ഇതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും നാശത്തിൽ ചെന്ന് പതിക്കാനും പറ്റും. അപ്പൊ ഈ ആളെന്താ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണെന്ന് വെക്കും ഈ മനസ്സ്. അതിനെ നല്ലവണ്ണം ബുദ്ധിയുടെ ആശ്രയിക്കണം. അതാണ് ബുദ്ധി അന്വേഷിച്ച എന്ന് പറയുന്നത്. ബുദ്ധിയെ ആശ്രയിച്ചേ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റൂ. പലപ്പോഴും പലത് പ്രേരണകൾ ഈ മനസ്സ് നമുക്ക് തരും. കാരണം എന്താ? ഈ പ്രപഞ്ചത്തില് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇത് ചെയ്താൽ അത്ര കിട്ടും, ഈ സുഖം ഇങ്ങനെയായിരിക്കും. ഓരോരുത്തരെ കാണുമ്പോഴേ, ഓരോ വസ്തുക്കളെ കാണുമ്പോൾ അതെനിക്ക് വേണം. ഇങ്ങനെ മനസ്സിന് പല പ്രേരണാശക്തികളും ഉണ്ടാക്കും. അതെന്താ? അതാണ് മായ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് മായാശക്തിക്ക് പ്രേരിതമാണ്. മനസ്സ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശമാണ്. അപ്പൊ ആ സാത്വികമായിട്ടുള്ള ചിന്തകള് മനസ്സിലൂടെയും മറ്റുള്ള നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും കൂടെ വരുമ്പോഴേ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, കാണുന്നത് കേൾക്കുന്നത് എല്ലാം ശുദ്ധമാവണം. അപ്പൊ മനസ്സും ശുദ്ധമായി വരുന്ന കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രീ വിൽ ഇല്ല എന്ന് കണ്ട് എന്താ പറയാ, ആ ഒരു കർത്തൃത്വ ബോധം ഫലേച്ഛയും കുറഞ്ഞ് ഭഗവത്ഗീതയിലെ ഭക്തിയോഗം എന്ന് പറയുന്ന യഥാർത്ഥമായിട്ടുള്ള ഭക്തി, നമ്മുടെ ഇഷ്ടദേവതയോടുള്ള ഭക്തി യോഗമാക്കി തീർക്കും. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം തമ്മിലുള്ള കൂടിച്ചേരൽ, യുജ്യതേ. എന്താണോ കൂടിച്ചേരേണ്ടത്, മനസ്സും ബുദ്ധിയും ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒരുമിച്ച് യോഗം ചെയ്തിരിക്കുക. അപ്പോഴെന്താ? സച്ചിന്തകള്, അതിൽ നിന്നുണ്ടാകുന്ന സത്പ്രവർത്തികള്, സദ്വാസനകള്, സദ്ഫലങ്ങള് ഈ ജന്മം മാത്രമല്ല, അവര് ജീവിക്കുന്ന കുടുംബത്തിൽ മാത്രമല്ല, അനേക ജന്മാർജിത പുണ്യം അവർക്ക് വന്നു ചേരും. സംശയമില്ല. ഇത് എല്ലാം ഒരു തുടർക്കഥ പോലെ, ഒരു ട്രെയിനിന്റെ ബോഗികളെ പോലെ. ട്രെയിൻ ഇഞ്ചിന് ഒരാളിരുന്ന് മുമ്പിൽ ഓട്ടിച്ചോണ്ട് പോണു, അനേകം ബോഗികളെ ഘടിപ്പിച്ചിരിക്കുന്നു അല്ലെ. ആ ഇഞ്ചിൻ ഓടിക്കുന്ന ആള് കറക്റ്റ് പാളത്തിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ആ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തൂ. എപ്പോഴാണോ അതിന്റെ ബോഗികള് അതിൽ നിന്ന് വിട്ടുപോയി, ആ പാളത്തിൽ നിന്ന് വിട്ടുപോയി വേറെ ഒന്നിലോട്ട് വീണുപോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ? ഇല്ല. അപ്പൊ ഈ ജീവിതമാകുന്ന നമ്മുടെ ആ ഒരു ട്രെയിൻ, നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണ്? നമുക്ക് ഇവിടെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ പരമമായിട്ടുള്ള ലക്ഷ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്താണ്? ആ ഒരു മുക്തി, മോചനം, ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള വിമുക്തി. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജന്മങ്ങളിലുള്ള അനേക ആഗ്രഹങ്ങൾ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ബോഗികളൊന്നും വിട്ടുപോകാതെ ചേർത്ത് കൊണ്ടുപോകുന്നതാരാ? ഈ ഓരോ കമ്പാർട്ട്മെന്റിനെയും ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ഈ മനസ്സ്. ആ മനസ്സ് എന്തെങ്കിലും ഒരിക്കൽ ഒന്ന് എന്താ പറയുക തെറ്റ് സംഭവിച്ചു പോയാൽ ഈ ബോഗികളെല്ലാം പാളം തെറ്റിപ്പോവും. പിന്നെ നമ്മുടെ ആ എന്താ പറയാ, നമ്മുടെ കർമ്മങ്ങള് നമ്മളെ തന്നെ ആ ഒരു കുഴിയിൽ കൊണ്ടിടിക്കും, പതിച്ചു പോവും. അതുകൊണ്ടാണ് ആത്മാനം രഥിനം വിദ്ധി. ഇന്നലെ പറഞ്ഞ പോലെ ആ ഒരു സുരത സമാധിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ രഥകൽപ്പനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയിലിരിക്കുന്ന സാരഥി, അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ എന്താ പറയാ, അതിനകത്തിരിക്കുന്ന ജീവാത്മാവ്, യുദ്ധം ചെയ്യുന്ന ജീവാത്മാവ്. അത് തന്നെയല്ലേ നമ്മള് കുരുക്ഷേത്രമാകുന്ന ഈ ഭൂമിയില്
നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഒരു പ്രപഞ്ച ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ശരീരം അത് തന്നെ കുരുക്ഷേത്രം. അവിടെ ദേവന്മാരും അസുരന്മാരും, കൗരവരും പാണ്ഡവരും സദാ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ജീവാത്മാവായിരിക്കണം ഞാൻ എന്ന് പറയുന്ന ജീവാത്മാവ് ഈ സുഖദുഃഖങ്ങളാകുന്ന രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന, ഇല്ലെങ്കിൽ ഈ ദേവന്മാരും അസുരന്മാരുമായിരിക്കുന്ന രണ്ട് തലങ്ങളിൽ യുദ്ധം സദാ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഈ രഥത്തെ ഓടിച്ച്, ശരീരമാകുന്ന രഥത്തെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാരഥിയായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ കയ്യില് ആ അർജുനൻ തന്റെ ഇന്ദ്രിയങ്ങള്, 5 ഇന്ദ്രിയങ്ങളുടെയും പ്രഗ്രഹം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ് ഏൽപ്പിച്ചു കൊടുക്കണ പോലെ സന്തോഷത്തോടുകൂടി ആ ബുദ്ധിംച സാരഥിയും വിദ്ധിയും മനഃപ്രഗ്രഹം ഏവച. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇന്ദ്രിയാണി ഹയാനാഹുഹു, നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകള് നല്ല വഴിക്കേ പോവുള്ളൂ. കാരണം ഭഗവാനാണ് തേരാളി. അവിടെ നമ്മുടെ പരാശക്തിക്ക് തേരാളി. അമ്മയുടെ കയ്യിലല്ലേ 5 ബാണങ്ങൾ ഇരിക്കുന്നത്, ആ മനസ്സാകുന്ന കോദണ്ഡം. അവിടെ കൊടുത്താല് നമ്മുടെ ജീവിതം എപ്പോഴും നമുക്ക് എന്താ ഒരു ക്ലാരിറ്റി ഓഫ് ലൈഫ്. ഏത് വഴി കൂടെ പോണം, പോയാൽ എന്ത് കിട്ടും, ആ പരാശക്തിയുടെ അടുത്ത് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം, എല്ലാം ശുദ്ധമായിട്ട് തീരും. നല്ല ഒരു കാഴ്ചപ്പാട്, സുദർശനം. ആ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രമാകുന്ന ആ ചക്രം, അതായത് നമ്മുടെ ആ ഒരു നല്ല ദർശനങ്ങൾ, നമ്മൾ ആ ആവലാദികളും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ മാറി നല്ല ദർശനം തരുന്നത് നമുക്ക് കിട്ടും. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമുക്ക് നമ്മുടെ ഭക്തിയെ ഭക്തിയോഗമാക്കി തീർക്കാൻ. കാരണം ഈ അമ്മയ്ക്ക് കുറച്ച് പൂക്കൾ കൊടുത്തതോ പായസം കൊടുക്കുന്നതോ ഭക്തിയല്ല. നമ്മൾ പറഞ്ഞു അതൊക്കെ വെറും ഇമോഷൻസിന്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ മാത്രം. ഒരിക്കലും അത് ഭക്തിയുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അതെല്ലാം തുടക്കക്കാരുടെ ആദ്യ പടി മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പടി നമ്മുടെ മന്ത്രജപത്തിലൂടെ ഉള്ളിലോട്ട് പോവുക എന്നുള്ളതാണ്, അല്ലെ? ആ ശ്രദ്ധയോടുകൂടി അവധാനപൂർവം നമ്മൾ ഇത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഭക്തി യോഗമാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ശിവാനന്ദ ലഹരിയിൽ ഭക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഭക്തിയെക്കുറിച്ച്, ഭഗവത് പൂജയെക്കുറിച്ച്, ആ ഈ പരാശക്തിയായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് നമുക്ക് ശിവാനന്ദ ലഹരി വളരെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഇതില് പറയുന്നുണ്ട്, ശിവാനന്ദ ലഹരിയിലെ ഭക്തിയെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. ഭക്തി കൊണ്ട് എങ്ങനെ ശരണാഗതി അടയാം. അതിലെ ഒരു ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ഭക്തിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ തരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത്, ഹേ പരമേശ്വര, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്രീഡാർത്ഥമാണ്, അങ്ങയുടെ ഒരു കളിയാണ് എന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങ് കളിക്കുന്നതാണ് ഈ പ്രപഞ്ചം, അങ്ങയുടെ ആഗ്രഹമാണ് പരാശക്തി ഈ പ്രപഞ്ചം ഉണ്ടാക്കി അങ്ങയെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ കളിക്കാനും കളി ആസ്വദിക്കാനുമാണ് അങ്ങ്. നമ്മൾ എന്തിനാ ഈ കളിക്കുന്നത്? ഓരോ മനുഷ്യരും ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, ഓരോ ഇഷ്ടമുള്ള കളികൾ തിരഞ്ഞെടുക്കണം, മനസ്സ് സന്തോഷിക്കാൻ, അല്ലെ? മനസ്സന്തോഷത്തിന്. വേറെ ഒരു പണിയില്ല. എനിക്കിപ്പോ ക്രീഡിക്കണം, എനിക്ക് ആനന്ദിക്കണം, ഇന്ന കളികളിൽ പോയാൽ എനിക്ക് സന്തോഷം കിട്ടും, അവിടെ നിന്ന് എന്തോ ഒരു ഇത് കിട്ടുന്നോണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ കളികളിൽ ചെസ് കളിക്കുന്നു, അവരവന്റെ വാസനയ്ക്ക് അനുസരിച്ചുള്ള കളികൾ കളിക്കണം. ഇവിടെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഈ അങ്ങേ സൃഷ്ടിച്ച് കളിക്കുക, പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുക. എന്തിന്? അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി. ഈ കളിത്തട്ട് എന്താ? ഈ പ്രപഞ്ചം. അവിടെ ക്രീഡാർത്ഥമാണ്, കളിക്കാനും കളി ആസ്വദിക്കാനാണ് അങ്ങ് വന്നിരിക്കുന്നത്. അപ്പൊ ജനങ്ങളും ജീവജാലങ്ങളും എല്ലാം ആരാണ്? അമ്മ, ആ ഭഗവാന്റെ കളി മൃഗങ്ങള്. നമ്മളെല്ലാം ഭഗവാൻ ഉണ്ടാക്കി വിട്ടിരിക്കുക ഈ കളികൾ കണ്ട് രസിക്കാനായിട്ട്. അപ്പോ കളിപ്പാവകള്, അല്ലെ? വെറും പാവകളാണ്. ശരിക്കും നമ്മൾ മൃഗങ്ങളെ, പെറ്റ് അനിമൽസിനെ വളർത്തില്ലേ? പട്ടിയും പൂച്ചയും തത്തയൊക്കെ, ആ പെറ്റ് അനിമൽസ് അഥവാ വളർത്തു മൃഗങ്ങള്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ ഓരോന്നിനെ കൂട്ടിലടച്ചും കൂട്ടിലിട്ടും ഒക്കെ വളർത്തും. ചിലരെ പശുവിനെ വളർത്തുന്ന പാലിന്. അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിലോ, അതിനെ കൊണ്ട് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ ഒരു പട്ടിയെ കൊണ്ടുവന്ന് അതിനെ ടൈം ചെയ്യിക്കാന്ന് പറയും. പട്ടിക്ക് ഒന്നും അറിയില്ല, പട്ടി കൊച്ചല്ലേ. അപ്പൊ അതിനെ എന്ത് ചെയ്യും? അതിനെ എറിഞ്ഞ് പിടിപ്പിക്കും, അതിനെ വളയത്തിൽ കൂടെ ചാടിക്കും, ഇല്ല ചാടിച്ച് പഠിപ്പിക്കും, ഓരോന്ന് പത്രം എടുത്തുകൊണ്ട് വരാൻ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതിനെയാണ് നമ്മൾ ടൈം ചെയ്യുക. പശുവിനെയൊക്കെ കെട്ടിയിടും. ഓരോന്ന് മനുഷ്യന്റെ രീതിയിൽ മൃഗങ്ങളെ ആക്കി നമ്മളൊരു പ്രത്യേക രീതിയിൽ, ഒരു കാട്ടുമൃഗങ്ങളും വീട്ടുമൃഗങ്ങളും തമ്മിൽ, അതാണ് ഡൊമസ്റ്റിക് അനിമൽസും വൈൽഡ് അനിമൽസും. അവർക്കൊന്നും അറിയില്ല. പ്രകൃതി കൊടുക്കുന്ന രീതിയിൽ കാട്ടുമൃഗങ്ങൾ ജീവിക്കും. വീട്ടുമൃഗങ്ങളോ കുറച്ചുകൂടെ ബുദ്ധിയോടുകൂടി, ബുദ്ധിയുള്ള മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം അവർ കാണിക്കും. പക്ഷെ ഇതെല്ലാം എന്താ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെ? വേണമെങ്കിൽ വളർത്താം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഈ ഭഗവാനോ,
ഈ ക്രീഡാർത്ഥം അദ്ദേഹത്തിന് കളിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങള്. അവിടെ ഈ പ്രപഞ്ചമാകുന്ന ഈ ഭൂമിയില് ഉണ്ടാക്കിയിരിക്കുന്നത് കളിപ്പാവകള്. ഈ പാവകളെ പോലെ കുറെ അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള മൃഗങ്ങളാകുന്ന മനുഷ്യരെ ഉണ്ടാക്കി വിട്ടിരിക്കണം. അതുകൊണ്ടാണ് കളിപ്പാവകൾ എന്ന് പറയുന്നത്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങ് ഉണ്ടാക്കി അങ്ങയുടെ ഇഷ്ടത്തിന് എന്നെ കളിക്കാൻ വിട്ടിരിക്കുന്നു. ശരിയല്ലേ ചോദിക്കുന്നത്? ഇത് ചോദിച്ചതാരാ? ശങ്കരാചാര്യര് ശിവനോട് ചോദിക്കുക ശിവാനന്ദ ലഹരിയില്. ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതൊക്കെ അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കുന്നു. കാരണം എന്താ? അങ്ങ് വളർത്തുന്ന ഒരു മൃഗമാണ് ഞാൻ. അങ്ങയുടെ കയ്യില് അങ്ങ് ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങയുടെ ഭാര്യയായിരിക്കുന്ന പാർവതി ദേവി എന്റെ അമ്മയാണ്. ആ അമ്മയിലൂടെ അമ്മ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇവിടെ കളിക്കാൻ ഇറക്കി വിട്ടു, കുറെ കാര്യങ്ങളും തന്നു. അപ്പൊ എന്റെ കളി ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും എന്താ? അങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഉള്ളില്. അപ്പൊ ഞാൻ എന്ത് കർമ്മങ്ങൾ ചെയ്യണം, നല്ലത് ചെയ്യണോ ചീത്ത ചെയ്യണോ എന്ന് അങ്ങ് നിശ്ചയിക്കണം. ഇത് ഏത് ചെയ്താലും അങ്ങയ്ക്കുള്ള പ്രീതിക്കായിട്ട് ഭവിക്കുകയാണ്. എനിക്ക് അതിലൊരു നിയന്ത്രണം ഇല്ല എന്ന് തീർത്ത് പറയണം ഭഗവാനോട്. പറയാനുള്ള എല്ലാ അർഹതയും നമുക്കുണ്ട്. കാരണം ഈശ്വര സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. ശങ്കരാചാര്യര് പറയണ പോലെ എന്റെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലയോ ഭഗവാനെ അങ്ങ് തന്നെ ക്ഷമിക്കണം. കാരണം അങ്ങ് വളർത്തുന്ന ഒരു മൃഗമാണ് ഞാൻ. അങ്ങ് ഉണ്ടാക്കി എന്നെ ഈ ഒരു കളിപ്പാവ ചരട് അങ്ങയുടെ കയ്യിലിരിക്കുന്നു. അങ്ങ് ചരട് വലിച്ച് എന്നെ ഈ പ്രപഞ്ചത്തിൽ കളിപ്പിക്കുന്നു. എനിക്കതിലൊരു നിയന്ത്രണവും ഇല്ല. എന്റെ പ്രവർത്തികളും എന്റെ ഇഷ്ടങ്ങളും അങ്ങയ്ക്ക് സന്തോഷം തരുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങ് സന്തോഷിക്കുന്നോണ്ടല്ലേ എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ. ഇല്ലെങ്കിൽ എപ്പോ വേണോ അങ്ങേക്ക് ഈ ശരീരം വിട്ടുപോകാം. അപ്പൊ എന്റെ കളികള് അവസാനം എപ്പോഴാണോ ഈ ശരീരം പോണം എന്നുള്ളത് അങ്ങേക്ക് അറിയാം. അതുവരെ എന്റെ ഓരോ പ്രവൃത്തിയും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ ഇഷ്ടത്തിനാണ് എനിക്ക് തന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എനിക്കിവിടെ സ്വേച്ഛയില്ല. എന്റെ സ്വന്തമായിട്ടുള്ള കർമ്മങ്ങളില്ല. എല്ലാ നിയന്ത്രണവും അങ്ങയിലാണ്. എന്റെ എല്ലാ പ്രവൃത്തികളുടെയും ചരട് അങ്ങയിലാണ്. അപ്പൊ ആ പ്രവൃത്തികളെല്ലാം അങ്ങേക്ക് സന്തോഷം തരുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ രക്ഷയില്ലായ്മ എന്തിനായാലും ആയിക്കോട്ടെ, അല്ലയോ പരമേശ്വര, അത് അങ്ങയുടെ കർത്തവ്യമാണ്. ആ തീരുമാനം, അതിന്റെ ബാധ്യത എല്ലാം അവിടത്തേക്കാണ്. ഇല്ലെങ്കിൽ എന്താ? ഞാൻ എന്തിനു വ്യാകുലപ്പെടണം? ഇല്ലേ? പട്ടിക്ക് നമ്മളെ തൊടലില് കൂട്ടി നമ്മൾ എവിടെയെല്ലാം കൊണ്ടുപോകുന്നു പട്ടിയെ? നമ്മൾ നടക്കാൻ പോകുമ്പോഴേ കാറി കയറ്റി, ഇല്ലെങ്കിൽ ചിലപ്പോൾ പട്ടിണി ഇടുന്നു. ഇതെല്ലാം നമ്മൾ വളർത്തും. ചിലപ്പോൾ അതിനെ അടിക്കുന്നു. അപ്പൊ അത് കിടന്ന് കരയണു. കാരണം അത് തൊടലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ അല്ലയോ ഭഗവാനെ, അങ്ങ് ഉണ്ടാക്കിയ ഞങ്ങൾ ഓരോരുത്തരും, അങ്ങ് പശുപതിയാണ്, ഞങ്ങളോ ബുദ്ധിയില്ലാത്ത വെറും ജന്തുക്കളാണ്. ഞങ്ങൾക്ക് അറിയില്ല അങ്ങ് ഇറക്കിവിട്ട കളിസ്ഥലം നമ്മുടേതാണെന്ന് ചിന്തിച്ച് ഇതെല്ലാം അങ്ങേ ഞങ്ങൾ തിരിച്ചറിയോ കാണുകയോ ചെയ്യുന്നില്ല. ഞങ്ങളെ മായയിൽ പെട്ട് ഉഴന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നമ്മളിതാ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. പക്ഷെ അങ്ങല്ലേ ഇത് ചെയ്യുന്നത്, അങ്ങല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്താലും, എനിക്ക് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അങ്ങ് തന്നെയാണ്. അങ്ങയ്ക്കുള്ള സന്തോഷമായിട്ട് തീരട്ടെ. അങ്ങേക്കാണ് എന്നെ രക്ഷിക്കാനുള്ള എല്ലാ ബാധ്യത. അങ്ങ് തന്നെ രക്ഷിച്ചോളണം. ഇല്ലെങ്കിൽ എനിക്ക് ആരിയിരിക്കണം? അതാണ് നമ്മുടെ മാസ്റ്റർ, നമ്മുടെ ഉടമസ്ഥനിലുള്ള പൂർണ്ണ ശരണാഗതി. നമ്മൾ കണ്ടു ഒരു സിംഹത്തെയും ഒരു പശുവിനെയും. രണ്ടും കാട്ടിൽ മേഞ്ഞു നടന്നപ്പോ രണ്ടും ചെളിക്കുണ്ടിനകത്ത് വീണു. സിംഹം കാട്ടിലെ രാജാവാണ് എന്നുള്ള അഹങ്കാരത്തോട് പറഞ്ഞു, എനിക്കിത് കയറാൻ പറ്റും, ഞാൻ ശക്തനാണ്, ഞാൻ രക്ഷിക്കും, എനിക്ക് കയറാൻ പറ്റും. ഓരോ സമയം അത് ആ ചെളിക്കുണ്ടിലോട്ട് ആഴ്ന്നാഴ്ന്നു പോണു. പാവപ്പെട്ട പശു പറഞ്ഞു, ഞാൻ വീണുപോയി, എനിക്ക് തനിയെ കയറാൻ പറ്റില്ല, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു മാസ്റ്റർ ഉണ്ട്. തീർച്ചയായിട്ടും സന്ധ്യാസമയത്ത് എന്നെ മേയാൻ വിട്ടതാണ്. അദ്ദേഹം എന്നെ അന്വേഷിച്ച് വൈകിട്ട് വരും. തീർച്ചയായിട്ടും അദ്ദേഹം വരുമ്പോ എന്നെ ഈ കയത്തിൽ നിന്ന് കയറ്റുന്ന. സന്ധ്യയായി. ആ സിംഹത്തിന് സ്വയം കയറാൻ പറ്റിയില്ല. സിംഹം താണു പോവുകയും ആ പശുവിനെ അന്വേഷിച്ച് അതിന്റെ ഉടമസ്ഥൻ വരികയും പശുവിനെ രക്ഷിക്കുകയും ചെയ്തു. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. ആ വിശ്വാസം ഇല്ലേ? നമുക്കൊരു മാസ്റ്റർ, നമ്മുടെ ഗുരുക്കന്മാരുണ്ട് നമ്മുടെ കൈപിടിച്ച് യഥാർത്ഥമായിട്ട് നമ്മുടെ ഉടമസ്ഥനെ കാണിച്ചു തരാൻ. ആ ഗുരു നമ്മുടെ ജീവിതത്തിൽ ഏത് സായങ്കാലത്തായാലും, ചിലപ്പോ ജീവിത ആരംഭത്തിൽ വന്നുകൊണ്ടിരിക്കും, ചിലപ്പോ മധ്യത്തിലായിരിക്കാം, അറിയില്ല. എപ്പോഴാണോ നമുക്ക് ഈ പ്രപഞ്ച ദുഃഖത്തിൽ നിന്ന് കൈപിടിച്ച് നീ വിഷമിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ യഥാർത്ഥ സ്വരൂപം ഇതല്ല, നിനക്കൊരു അച്ഛനമ്മയും ഉണ്ട്, നീ ആരും ഇല്ലാത്ത അനാഥനല്ല,
നിന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ സനാഥനാക്കുന്ന ഒരു ഈശ്വരൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ ഏത് അവസാന കാലത്തെങ്കിലും നമ്മുടെ ഗുരുവായിരിക്കുന്ന, നമ്മുടെ കർമ്മങ്ങളെ എല്ലാം ക്ഷയിപ്പിച്ച് യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു തരുന്ന ഗുരുവാണ് നമ്മുടെ യഥാർത്ഥ മാസ്റ്റർ, അല്ലെ, യജമാനൻ എന്ന് പറയും. അപ്പൊ ആ വരും നമ്മൾ കാത്തിരിക്കണം. ഏത് ജന്മത്തിലാണ് കിട്ടണമെന്ന് അറിയില്ല. കാരണം അജ്ഞാനം കൊണ്ട്, നമ്മുടെ അവിദ്യ കൊണ്ട്, ആവരണങ്ങൾ കൊണ്ടാണ് സ്വരൂപത്തെ മറച്ചു കളഞ്ഞിരിക്കുന്നത്, ഈശ്വരനെ അറിയപ്പെടാതെ പോകുന്നത്. ആ ഈശ്വരനെ കാണിച്ചു തരണമെങ്കിൽ എന്താ? നമ്മൾ വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. നമുക്ക് വരും, ആ വന്ന് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ കൈ പിടിച്ച് തന്നെ കയറ്റും. അങ്ങ് വീണു പോകാതെ കൈ പിടിച്ച് നീ ഈ വഴി കൂടെ പോകുന്നു നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമ്മുടെ ആ യഥാർത്ഥ രക്ഷകനായിരിക്കുന്നത് ഭഗവാനാണ്. ആ തീരുമാനം എല്ലാം അവിടത്തേതാണെങ്കിൽ പിന്നെ എന്തിന് ഞാൻ വ്യാകുലപ്പെടണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഈ ശിവൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ശിവനോട് പറയുമ്പോൾ അത് ദേവി വേറെ അല്ല. ഒരിക്കലും ശിവനെ വിചാരിക്കുമ്പോൾ നമ്മളെ ശിവശക്തി സാമരസ്യം, ശിവനും ദേവിയും, ആ ശിവനും ശിവയും രണ്ടല്ല. അത് ശിവൻ ശിവൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം പരാശക്തി തന്നെയാണ്. അപ്പൊ എങ്കിൽ ഞാൻ വ്യാകുലപ്പെടണില്ല. അമ്മയ്ക്ക് എന്ത് വേണോ അമ്മ കാണിക്കൂ. പക്ഷെ എനിക്കെന്താ, എൻ്റെ അമ്മയുടെ ഒരു ചരട് എൻ്റെ കയ്യിലുണ്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ സൂക്ഷ്മാംശം, നമ്മുടെ സൂക്ഷ്മ ശരീരം. അമ്മ എന്ന് പറയുന്ന ആ സൂക്ഷ്മ ശരീരമാകുന്ന പരാശക്തി നമ്മുടെ കൂടെ സദാ ഉണ്ട്. പിന്നെ എന്താ, എവിടെ കളിച്ചാലെന്താ, ഏത് മരക്കൊമ്പിലൂടെ ചാടിയാലെന്താ, ആ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഏത് ഘട്ടത്തിലും എന്നെ രക്ഷിക്കാനെന്നുള്ള ഉറച്ച വിശ്വാസം. പക്ഷെ ഇത് അറിയണമെങ്കിൽ തന്നെ അനേക ജന്മത്തെ പുണ്യം ചെയ്യണം. നമുക്ക് നല്ലൊരു ഗുരു വന്ന് നമ്മളെ ഈ തത്വത്തെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി ആ കൈ പിടിച്ച് ആ വെളിച്ചത്തിലേക്ക്, നമ്മൾ ഇരുട്ടിലായിരുന്നു, അല്ലെ, തമസിലായിരുന്നു, പന്നികളെ പോലെ. കിടക്കുന്ന ഭാഗമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പെറ്റു പെരുകി അവിടെ കിടന്ന് ആ ഒരു ബാഹ്യലോകത്തെ കാണാതെ തിന്നുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് കിടന്ന് നമ്മള് കഴിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും ഈ പ്രപഞ്ചം മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞ് അനേക ജന്മങ്ങൾ കഴിച്ചുകൂട്ടി. പക്ഷെ അതിൽ നിന്ന് രക്ഷിക്കാൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെ ഒരു ഗുരുക്കന്മാര് വന്ന് നമ്മളെ കൈ പിടിച്ചുയർത്തുകയാണ്. ആ കൈ പിടിച്ചുയർത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്, ആ ഉയർന്ന കൈക്ക് മേളില് നമ്മളെ രക്ഷിക്കാനായിട്ട് മുകളിലും താഴെയും വശങ്ങളിലും 8 ദിക്കുകളിലും നമ്മുടെ ഉള്ളിലും ഇരിക്കുന്ന ഒരേ ശക്തിയാണ്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ എന്താ നമുക്ക് ഭയപ്പെടാനായിട്ട്? നമ്മളൊന്നും, ആ ഒരു കേളി മൃഗങ്ങളാണ് നമ്മള്. ഈ ഭഗവാൻ സൃഷ്ടിച്ച ഭഗവാന്റെ കളിത്തട്ടായിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് നമ്മളെ ഓരോരുത്തരെയും ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇനി നല്ല നല്ല കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ ആ പാവകളായിരിക്കണം നമ്മളെ ഈ ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന അതിവിശിഷ്ട ഒരു സ്തോത്രമാണ്. നമ്മൾ എങ്ങനെ ഭജിക്കണം, ഭഗവാനെ എങ്ങനെ കാണണം, ഈ മനസ്സാകുന്ന താമരപ്പൂവിൽ ആ ഹൃദയപത്മങ്ങളില് ആ കാലടികളെ എങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വെക്കണം. കാരണം യോഗികളുടെ ഹൃദയത്തിൽ മാത്രം നടന്നേ ഭഗവാൻ അറിയാവൂ. നമ്മളോ അഴുക്കുകൾ നിറഞ്ഞ ദുഷ്ചിന്തകള്, ദുഷ്വാസനകൾ നിറഞ്ഞ ഈ ഒരു ഹൃദയപത്മത്തില് ആ കാലടികളെ എങ്ങനെ വെക്കും ഭഗവാനെ? ഞാൻ തെറ്റ് ചെയ്തു പോയി, എൻ്റെ ശുദ്ധമായിരിക്കുന്ന ഹൃദയപത്മത്തിൽ അങ്ങയുടെ കാലടികൾ വയ്ക്കൂ, സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കൂ നമ്മൾ ഭഗവാനോട് പറയണം. ആ സ്ഥിര പ്രതിഷ്ഠ നേടിയ ഹൃദയത്തില് ദുഷ്മൃഗങ്ങള്, കാട്ടുമൃഗങ്ങളൊന്നും പിന്നെ കേറില്ല അവിടെ. ഭഗവാൻ നമ്മുടെ ഹൃദയമാകുന്ന ഗുഹയിൽ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളും ഇതുപോലെ ആ ഹൃദയ ഗുഹയില് സദാ പുറത്ത് കാണാൻ പറ്റാതെ പക്ഷെ ഗർജിക്കുന്ന ഒരു സിംഹം നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ ബാക്കിയുള്ള ശക്തികളെല്ലാം തന്നെ എലികളെ പോലെയാണ്. സിംഹം ഇരിക്കുന്നിടത്ത് ഒരു എലി വരുമോ? വരില്ല. അപ്പൊ നമ്മളെ ഹൃദയ ഗുഹയിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ ആ ദുഷ്ചിന്തകളാകുന്ന കാട്ടുമൃഗങ്ങൾ ഒന്നും 7 അയലത്ത് വരില്ല. കാരണം ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. ആ പരാശക്തി രണ്ടുപേരും കൂടെ നമ്മുടെ ഹൃദയ ഗുഹയിലിരുന്ന് സദാ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ സദാ നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെയാണ്. ഇതുവരെ അറിഞ്ഞില്ല. അപ്പൊ നമ്മളെല്ലാം അനാഥരല്ല, സനാഥരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവും. അപ്പോ ഈ ഒരു നമ്മള് എന്താ പറയാ, അങ്ങയുടെ കർത്തവ്യമാണ് എന്ന് നമ്മൾ പരമേശ്വരനെ ഇടയ്ക്കിടയ്ക്ക്, പരമേശ്വരിയെ നമ്മൾ ഓർമ്മിപ്പിക്കണം. കാരണം ഈ തീരുമാനം, ബാധ്യത എല്ലാം അവിടുത്തേതാണെങ്കിൽ ഞാൻ എന്ന ഒരു വ്യക്തിത്വത്തിന്, ആ എൻറ്റിറ്റിക്ക് എന്തിനാ വ്യാകുലത, എന്തിനാ വിഷമങ്ങള്? അപ്പോ പറയുന്നു ഭഗവാൻ എന്താ പറയുക, ഇതിന്റെ തർജ്ജമയാണ് ശിവാനന്ദ ലഹരിയുടെ തർജ്ജമയിൽ പറയണു. സൃഷ്ടിപ്പു ലീലയായി നീ ഉലകിത്യ ജനമോ നിന്റെ കളിമൃഗങ്ങൾ, ഞാൻ ചെയ്യും കർമ്മമെല്ലാം പ്രഭു തവ പ്രിയമേകിടും. മാത്രമല്ല
ഞാൻ നിൻ കൗതുകത്തെ പരിചൊടു വളർത്തുന്നു ചേഷ്ടിതങ്ങൾ. ലോകേശ എന്നും എന്നെ കരുതലോട് കാക്കുന്നതും നിന്റെ കൃത്യം. ഇതാണ് ശരിക്കുള്ള ഭക്തി. അല്ലയോ ഭഗവാനെ, ഈ പറയുന്ന നീ ഉലകിലെ ജന്മമോ നിന്റെ നമ്മളെടുത്ത ജന്മങ്ങളെല്ലാം എന്താ? ഭഗവാന്റെ കളിമൃഗങ്ങള്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്താ? പ്രഭു തവ പ്രീതിക്കായി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രീതിക്കായിട്ട് ഏകുവാൻ മാത്രമാണ് ഞാൻ ഈ കളിക്കുന്നത് ഇവിടെ. നിന്റെ കൗതുകത്തെ പരിചോട് വളർത്തുന്നത് എന്നുടെ ചേഷ്ടിതങ്ങൾ. ആ സന്തോഷമായിട്ട് അങ്ങ് ഇരിക്കാൻ കാരണം എന്താ? അങ്ങ് ഉണ്ടാക്കിയ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്ന അങ്ങേ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലയോ ലോകേശ, എന്നും എന്നെ കരുതലോട്. ഈ കളിപ്പിക്കാൻ വിട്ടതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊള്ളണം. കാരണം ഈ ശരീരം ഉള്ളിടത്തോളം കാലം പലതും എനിക്ക് വന്നു ചേരാം, രോഗങ്ങളായിട്ട്, വ്യാധിയായിട്ട്, മനോദുഃഖങ്ങളായിട്ട്. അതുകൊണ്ട് അല്ലയോ ലോകേശ, എന്നും എന്നെ കരുതലോടെ കാക്കുന്നത് നിൻ കൃത്യം. നിന്റെ കൃത്യമാണോ എന്ന് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഭഗവാന്. നമ്മളെ വിട്ട് നമുക്കിതെല്ലാം തന്ന് കളിപ്പിക്കുന്നെങ്കിൽ നമ്മളെ നോക്കുന്ന കൃത്യം അദ്ദേഹം ഏറ്റെടുക്കും, സംശയമില്ല. ഇതാണ് ഭക്തിയുടെ അത്യുച്ച സ്ഥിതി എന്ന് പറയുന്നത്. പരിപൂർണമായിരിക്കുന്ന ഒരു ആത്മസമർപ്പണത്തിന്റെ, അഖണ്ഡമായിരിക്കുന്ന ശരണാഗതിയുടെ അത്യുന്നത ഭാവമാണ് ആചാര്യസ്വാമികൾ, അതായത് ഈ പറയുന്ന ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ സാക്ഷാൽ ശിവസ്വരൂപമായിരിക്കുന്ന ആ ശങ്കരാചാര്യ സ്വാമികളെ ശിവാനന്ദ ലഹരിയുടെ യിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത് നമുക്ക്. നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന നമ്മുടെ സ്വരൂപത്തെ എല്ലാം ഈശ്വര നിശ്ചയപ്രകാരമേ നടക്കുള്ളൂ എന്ന ഉറച്ച തിരിച്ചറിവ് ശരണാഗതിക്ക് കാരണം വരും. എന്നാലേ നമുക്ക് ശരണാഗതി വരുള്ളൂ. ആ ഉറച്ച തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഭഗവാന്റെ സന്തോഷത്തിനായി നമ്മളെ അയച്ചിരിക്കുന്നതിലുള്ള സന്തോഷം, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യണം. ഈശ്വരനോട് നമുക്കുള്ള കൃതാർത്ഥത മാത്രമാണ് ശരണാഗതിയുടെയും ഭക്തി. നമ്മൾ ഇവിടുത്തെ ഒന്നും എടുത്ത് ഭഗവാന് കൊടുക്കണ്ട. ഒരു പാത്രത്തില് വെള്ളവും കൊടുക്കണ്ട, പലതരത്തിലുള്ള എന്താ പറയാ പലഹാരങ്ങളോ പായസങ്ങളോ ഒന്നും അദ്ദേഹം ചോദിക്കട്ടെ. നിന്റെ ഹൃദയ താമരയില് എന്നെ സദാ ഇരുത്തൂ എന്ന് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ആ ഭക്തിയുടെ ആ പാരമ്യതയിൽ നമ്മൾ എന്താ, ഞാന് എന്റേത് എനിക്കുള്ളത്, എനിക്ക് അതൊന്നും ഇല്ല ഭഗവാനെ, എല്ലാം അവിടത്തേതാണ് എന്നുള്ള ഒരു തോന്നല്. അപ്പൊ ഞാൻ എന്റേത് എനിക്കുള്ളത് ആ ഒരു എന്താ പറയണ ആവരണം, നമ്മുടെ ആവരണം കട്ടിയുള്ള ഒരു ആവരണമാണ് അല്ലേ. ഈ ദേവി മഹാത്മ്യത്തിൽ തന്നെ നമുക്കറിയാം, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മമത്വം, മമകാരം എന്ന് പറയുന്ന, നിർമ്മമ മമതാഹന്ത്രി എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ 2 വാക്കുകളുടെ പൂർണ്ണമായിരിക്കുന്നതാണ് ത്രിഗുണാത്മികയായിട്ടിരിക്കുന്ന ദുർഗാ പരമേശ്വരി. ഈ മമത്വം എന്ന് നമ്മളെ വിട്ടുപോകുന്നു, ആ മമതയെ നമ്മൾ എന്ന് ഹനിക്കുന്ന ദേവി നമ്മുടെ ഉള്ളിൽ വരുന്നു, അപ്പോഴേ നമുക്ക് ദേവിയെ അറിയാൻ പറ്റൂ. ഏത് ദേവി സൂക്തം ജപിച്ചാലും സ്വരത സമാധിമാരെ നമ്മൾ കണ്ടു അല്ലെ, ദേവിയെ ഉപാസിക്കുന്നത് ദേവീ സൂക്തത്തിലൂടെയാണ്. യാദേവി സർവഭൂതേഷു 21 തത്വങ്ങളിലൂടെ ഈ പ്രകൃതിയിലിരിക്കുന്ന ഓരോന്നും അമ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ പറ്റൂ. അപ്പൊ മായ നീങ്ങിയ ശരണാഗതി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ആണവം കാർമിക മായിക മലങ്ങൾ നമ്മളെ വിട്ടുപോകണം. അത് എപ്പോഴാ അത് വിട്ടുപോകുന്നത്? എല്ലാം ഈ ഒരു സത്യങ്ങളെ മനസ്സിലാക്കി പൂർണ്ണ ശരണാഗതി വരണം. അപ്പൊ മായ നീങ്ങിയാലേ ശരണാഗതി സാധ്യാവൂ. നമ്മൾ അതായത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വരോന്മുഖമായിട്ട് നമ്മള് സത്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പൂജ, ജപം, ധ്യാനം എല്ലാറ്റിൻ്റെയും പുറകിൽ ഉണ്ടായിരിക്കേണ്ട ഭാവം ഇതായിരിക്കണം. കാരണം ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? പൂജകള് നമ്മള് അനേക ജന്മം കൊണ്ടുവന്നിരിക്കുന്ന പാപങ്ങള് അത് ജപിച്ച് ഇല്ലാതാക്കുന്നതാണ് പൂജ. ആ പൂജയിലൂടെ ഉപചാരങ്ങൾ, ഈ പഞ്ചീകൃതമായിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന സ്വരൂപ ധ്യാനം, ജപം മനസ്സിനെ ശുദ്ധമാക്കാൻ, ധ്യാനം മനസ്സ് സൂക്ഷ്മമാക്കാൻ, ബുദ്ധിയെ ഷാർപ്പാക്കാൻ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പൂജ, ജപം, ധ്യാനം. എല്ലാറ്റിൻ്റെയും പുറകിൽ എന്താ? ഈ ഒരു എന്താ പറയുക, ഈശ്വരനെ അറിയുക എന്നുള്ള നമ്മുടെ ആ ഒരു ഹു ആം ഐ, ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന്റെ കണ്ടുപിടിക്കലാണ്. അപ്പൊ അഖണ്ഡമായിരിക്കുന്ന ഈ ശരണാഗതി നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച പിന്നെ ആവശ്യമില്ലാത്ത പ്രാർത്ഥനകൾ, നമ്മൾ സാധാരണഗതിയിൽ ഒരു പൂജാമുറിയുടെ മുമ്പിൽ ചെന്നിരുന്നാല് ആദ്യം ഭഗവാനെ നല്ലവണ്ണം കരഞ്ഞ് തൊഴുത് ഇല്ല കൈയൊക്കെ നീട്ടി കണ്ണൊക്കെ ആകാശത്തോട്ടും സൈഡിലോട്ട് എവിടെയാണ് ഇരിക്കണമെന്ന് അറിഞ്ഞൂടാ, തെറ്റിപ്പോണെങ്കിൽ
കൈയുടെ ഡയറക്ഷൻ തെറ്റാതിരിക്കാൻ എല്ലായിടത്തും നോക്കി പടത്തിന്റെ മുമ്പിലോട്ട് കൈനീട്ടി ആദ്യം തന്നെ നമ്മൾ വലിയൊരു ഭക്തനാണ് എന്ന് ഒരു ആവരണം ഭഗവാന്റെ മുമ്പിൽ ഇട്ടു. അത് തന്നെ വേണ്ട. എന്തിനാണ്? അവിടെയാണോ, ഒരു പടത്തിലാണോ ഭഗവാൻ ഇരിക്കുന്നത്, അല്ലെ പൂജാമുറിയിലാണോ ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയപത്മത്തിലാണ് ഇരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പൂജിക്കുന്നവൻ എന്താ? നമ്മുടെ ആസന ശുദ്ധി വരുത്തിയതിനു ശേഷം ഉപചാരങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ 3 മലത്രയങ്ങളാകുന്ന 3 തത്വത്രയങ്ങൾ, ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം, ഈ 3 തത്വത്തിലൂടെ, അതാണ് ശരിക്കും ആത്മശോധനം. ആത്മാവിനെ അറിയല അത്, അല്ലാതെ ബാഹ്യത്തിലല്ല. നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോഴും അല്ല, ഓരോന്ന് കൂടുതൽ അന്ന് എന്തെങ്കിലും ഒരു പാരഫറിനെ എന്തെങ്കിലും പൂജയിൽ കൂടുതൽ വസ്തുക്കൾ വച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ദീപാരാധന കഴിഞ്ഞ് ആ ലിസ്റ്റ് അങ്ങോട്ട് നീട്ടി വെക്കും. കുറച്ചേ ഉള്ളെങ്കിൽ സാധാരണ ഒന്നുമില്ല. എന്തെങ്കിലും കൂടുതലുണ്ട്, വിശേഷ ദിവസമാണെങ്കിൽ വലിയ ലിസ്റ്റ്. ഇത് ഉറച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ പ്രാർത്ഥനകള്, നീണ്ട ലിസ്റ്റുകളെല്ലാം അവിടെ അവസാനിക്കും. ഒന്നും ചോദിക്കണ്ട. ആ സ്വാർത്ഥതയുടെ ആ ഒരു വ്യർത്ഥത മനസ്സിലാകും. നമ്മൾ സ്വാർത്ഥരായതുകൊണ്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. നമുക്ക് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം അർത്ഥിക്കുക. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അതേസമയം വിളക്ക് കത്തിക്കുമ്പോൾ എന്താ പറയുന്നത് നമ്മള്? ഇതം ന മമ, ഇതം ന മമ. ഒന്നും എന്റേതല്ല. പിന്നെ എന്തിനാ ഈ മമത്വം? എല്ലാറ്റിനോടും മമത്വം. എല്ലാം എപ്പോഴും വേണം വേണം വേണം. ഒന്നും വേണ്ട, എല്ലാം തരുന്നത് മതി. നമുക്ക് അത്രേ കിട്ടുള്ളെങ്കിൽ അത്രേ ഉള്ളൂ. ഈ ജന്മത്തിൽ ഇതേ വിധിയുള്ളൂ എന്ന് അക്സെപ്റ്റൻസ്. അല്ലാതെ നമ്മുടെ മനസ്സ് ഈ പറഞ്ഞ കാമങ്ങളുടെ പിറകെ, ആഗ്രഹങ്ങളുടെ പിറകെ പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. അവിടെ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് സമർപ്പിക്കലല്ല. അപ്പൊ സ്വാർത്ഥതയുടെ ആ വ്യർത്ഥത നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അമ്മയോട് സദാ, അമ്മ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞാൽ, എന്റെ ശ്വാസം എപ്പോ പോണോ ഈ പ്രാണശക്തി അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കണ്ട. ഏത് ഗാഠനിദ്രയിലുള്ള ചിന്തകൾ പോലും അമ്മയ്ക്ക് അറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാ മതങ്ങളുടെ പുറകിൽ ഈ തത്വം തന്നെയാണ്. ചിന്തിച്ചു നോക്കൂ. ഈശ്വരേച്ഛയാണ് എല്ലാത്തിന്റെ അടിസ്ഥാന തത്വം. നമ്മൾ എന്താ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത്? ദൈ വിൽ ബി ഡൺ. ദൈ വിൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം നടപ്പിലാക്കട്ടെ, അങ്ങയുടെ ആ ഒരു നിശ്ചയം നടക്കട്ടെ എന്നാ പറയുന്നത്. ക്രിസ്ത്യാനികൾ അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഈ ചിന്തകൾ മനസ്സിൽ വരണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. എന്താ? ഈശ്വരാനുഗ്രഹമേവ പുമാൻ പൂർണ്ണ പ്രജായതേ. ഒരു പൂർണ്ണത്വം എത്തണമെങ്കിൽ, നമ്മുടെ ഇരിക്കുന്ന പൂർണ്ണ വസ്തുവിനെ അറിയണമെങ്കിൽ, ഒരു പൂർണ്ണ സിറ്റിസൺ, പ്രജ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലവണ്ണം ജീവിക്കുന്നവൻ. പ്രകർഷേണ ജായദേശ്. നമ്മൾ ഇവിടെ ജീവിക്കണം, നല്ലതായിട്ട് നമുക്ക് ഇവിടെ വിട്ടുപോവുകയും വേണം. പ്രജ എന്നുള്ള അർത്ഥം ജീവിച്ചിരിക്കുമ്പോഴാണ്. നല്ല സിറ്റിസൺ എന്ന അർത്ഥമുണ്ട്. പക്ഷെ എന്താ, സിറ്റിസൺ മാത്രമായാൽ മതിയോ? നമ്മുടെ മനസ്സാകുന്ന ഈ ഒരു പ്രപഞ്ചമാകുന്ന രാജ്യത്ത് നമ്മൾ വന്നു, നമ്മളിവിടെ സെക്കൻഡ് സിറ്റിസൺ ആണ്. നമ്മുടെ ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് എവിടെയാ? നമ്മുടെ ഈശ്വരന്റെ അടുത്ത്, ഭഗവതിയുടെ അടുത്ത്. അവിടേക്ക് പോവേണ്ടവരാണ് നമ്മൾ. അപ്പൊ ഈശ്വരാനുഗ്രഹം ഏവ, അത് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ഈശ്വരാനുഗ്രഹമേവ പുമാൻ, ഏത് മനുഷ്യനും പൂർണ്ണ പ്രജായത. പൂർണ്ണനാവണമെങ്കിൽ എന്ത് വേണം? ആ ഭഗവാന്റെ അനുഗ്രഹം വേണം. എങ്ങനെയാ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക? വളരെ വ്യക്തമായിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും കേട്ടു. നമ്മുടെ ആണവമായിക മലത്രയങ്ങള് പൂർണ്ണ ശരണാഗതി. പരിപൂർണ ശരണാഗതിയിലൂടെ മനുഷ്യൻ പൂർണ്ണനാകുന്നത് ഈശ്വരാനുഗ്രഹത്താൽ മാത്രമാണ്. വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണിത്. ലളിതമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എന്താ, ആഴമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് ഗഹനമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, ഇല്ലേ? ആഴമായിട്ട് ചിന്തിച്ചിട്ട്, പക്ഷെ ഇത് ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെളിയിലല്ല, ഇത് അകത്ത് ആഴമായിട്ട് ചിന്തിക്കണം. നമ്മള് ആ ഒരു നമ്മള് ചിന്തിച്ച് നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു ജീവിത ശൈലിയെ കുറിച്ച്, ഒരു ഉപാസന എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡയറക്ഷൻ. ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഈശ്വരേച്ഛ ശക്തിപാതം എന്ന് പറയാൻ കാരണം, എന്താണ് ശിവശക്തി സാമരസ്യം? ഉപാസകരായ ദേവിയെ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എങ്ങനെ പോയോ, എനിക്ക് കിട്ടിയ അറിവുകൾ ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ ചിട്ടപ്പെടുത്തി വെക്കുക. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പരാശക്തി ഈ ഒരു രീതിയിൽ പോയത് കൊണ്ടും ജപിച്ചത് കൊണ്ടും ആണ്. അല്ലാതെ ബാഹ്യപൂജകളിൽ തങ്ങി നിൽക്കരുത് നമ്മൾ. അപ്പൊ ഈ ഗഹനമായിട്ടുള്ള തത്വം നമ്മൾ ആഴമായിട്ട് തന്നെ മനസ്സിലാക്കണം. എന്നാലേ നമ്മുടെ ജീവിത ശൈലി, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ മെനങ്ങാന്ന് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എന്ത് മാറ്റം നമ്മുടെ സ്വഭാവത്തിന് വരണു. ഒരു മാറ്റവും വന്നില്ലെങ്കിൽ പിന്നെ ഉപാസനയില് 1 വർഷം കഴിഞ്ഞിട്ട് ഒരു മാറ്റവും വരാത്ത വ്യക്തി ഉപാസനയിൽ പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം കഴിഞ്ഞതൊന്നും വിടാൻ തയ്യാറില്ല, എന്തൊക്കെയോ നേടാനുള്ള ഓട്ടം.
ഒന്നും നേടാനും ഇല്ല, വിടേണ്ടത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നേടാനുള്ളതെല്ലാം നേടി പൂർണ്ണത്വമുള്ള ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. ഒന്നും ഈ പടക്കുതിരയെ പോലെ യുദ്ധം ചെയ്ത് നേടേണ്ടത് ഒന്നുമല്ല. കുറെ ആവശ്യമില്ലാത്തത് ത്യജിച്ചു കളയുക, ആവശ്യമുള്ളതിനെ സ്വീകരിക്കുക. ഇത്രയും ചെയ്യാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിക്കൂടെ? അത് പാകപ്പെടുത്തലാണ് ഉപാസന. ആ ഉപാസനയില് മാറ്റം വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാണ്. കാരണം ഒരമ്മയ്ക്ക് ഏറ്റവും നല്ലത് മക്കൾ നന്നായിട്ട് വളരുക എന്നുള്ളതാണ്. അവരുടെ നല്ല കർമ്മങ്ങൾ, അവര് ശുദ്ധമായിട്ടുള്ള ജീവിതം ഏത് അമ്മയെ സന്തോഷപ്പെടുത്തും, ഇല്ലേ? അതുപോലെ പരാശക്തി നമ്മുടെ അമ്മയല്ലേ? ആ അമ്മയുടെ അടുത്തോട്ട് എപ്പോഴും നമ്മൾ പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ നല്ല ബുദ്ധിയോടുകൂടി നല്ല കർമ്മം ചെയ്ത് ചെല്ലുമ്പോൾ ഏത് അമ്മയെ അനുഗ്രഹിക്കാത്തത്? നമ്മുടെ മക്കളോട് അവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു അമ്മയ്ക്ക് നല്ല പഠിക്കുന്ന ഒരു കുട്ടി, നല്ല മാർക്ക്, നല്ല ജീവിതം, നല്ല സ്വഭാവം അറിയാതെ അമ്മ മനസ്സുകൊണ്ട് പറയും, എൻ്റെ മകൻ എത്ര നല്ലതാ, എന്ത് നന്നായിട്ട് അവൻ ചെയ്യുന്നു എന്ന്. അതാണ് അനുഗ്രഹം. അല്ലാതെ ചോദിച്ചു വാങ്ങിച്ചാലും പിടിച്ചു വാങ്ങിക്കലും കരച്ചിലും ഒന്നും അല്ല. അതുകൊണ്ട് അമ്മയോട് ഒന്നും ചോദിക്കണ്ട. നല്ല ഒരു ജീവിതം നയിക്കുമ്പോൾ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം അമ്മ തരും. അങ്ങനെ നമ്മളെ ചിന്തിക്കാൻ, ആ ഒരു ജീവിത ശൈലി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ആയേ പറ്റുള്ളൂ. എന്നാലേ ഉപാസന പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കുറെ മന്ത്രങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറെ യന്ത്രപൂജകൾ ചെയ്തത് കൊണ്ട് ശരീരത്തിനോ മനസ്സിനോ മാറ്റം വരുന്നു തോന്നുന്നുണ്ടോ? മനസ്സിന് മാറ്റം വരണം, ശരീരത്തിന് മാറ്റം വരില്ല. കുറച്ച് സമയം താഴെ ഇരുന്ന് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. പക്ഷെ മനസ്സിന് മാറ്റം വന്നേ തീരുള്ളൂ. കാരണം ഇത് ഉപാസനയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഈശ്വരേച്ഛ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ജീവിത രീതി അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം. ഇതിന് പരിപൂർണ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. ജീവിതത്തിലെ പ്രാർത്ഥനയൊക്കെ നമുക്ക് സമഗ്രമായിട്ടൊരു ഒരു മാറ്റം വരുത്തണം. ഇത് ഉറച്ചാൽ പിന്നെ അപേക്ഷകൾക്ക്, ആവലാതികൾക്കൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് മനസ്സിലാകും. ജീവിതത്തിലും മരണത്തിലും പരമ അന്തരംഗ ബന്ധുവായിട്ടിരിക്കണം നമ്മുടെ സദാ രക്ഷകന് ആ ഒരു ഈശ്വരൻ, നമ്മുടെ അച്ഛനമ്മമായിരിക്കുന്ന പരമേശ്വരി പരമേശ്വരന്മാര് അവര് നമ്മുടെ കൂടെ ഉണ്ട്, അവര് മാത്രമേ ഉള്ളൂ എന്നും നമ്മൾ ശരിയായിട്ടുള്ള ചിന്ത, ആ ചിന്തയ്ക്ക് വാക്കിന് പ്രവർത്തിക്കുക, ത്രികരണ ശുദ്ധി നമ്മളില് ഉണ്ടാകും. കാര്യവും കാരണവും ആ ഒരു ശക്തിയാണെന്ന് ഉറയ്ക്കും. ഇത് തന്നെയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള ആത്മശാന്തി എന്ന് പറയുന്നത്. ആ ആത്മശാന്തി നമുക്ക് ഉണ്ടാക്കണ്ടേ? ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംസാര ഭഞ്ജനം, നമ്മുടെ സംസാര ചക്രം, ജീവിതമാകുന്ന ജനന മരണ ചക്രത്തെ ഭഞ്ജിക്കുക, ഭേദിക്കുക. കാരണം ഈ ചക്രത്തിൽ കിടന്നിങ്ങനെ കറങ്ങാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ശരിക്കൊരു പ്രാർത്ഥന ആ ഒരു ശിവാനന്ദ ലഹരിയിൽ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. കാരണം അത്രയും ഉച്ചത്തിലിരിക്കുന്ന ആ ഒരു ശിവപൂജ ആയതുകൊണ്ട് ഈ ശിവാനന്ദ ലഹരി വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അതിലെ ചില കാര്യങ്ങൾ പറയുന്നത്. കാരണം ഈ ശിവനെയും പാർവതിയും തന്നെയാണ് നമ്മൾ പൂജിക്കുന്നത്. നമ്മളെ ശിവന് എന്താ പറയുക, പുലിത്തോലും ജടയും ഒക്കെ കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞാല് ആ പ്യുവർ എനർജി, പരമാത്മ തത്വമായിരിക്കുന്ന, മോക്ഷ തത്വമായിരിക്കുന്ന ഭഗവാൻ. അത്രേ വ്യത്യാസമുള്ളൂ. ശരിക്കൊരു പ്രാർത്ഥന ആ ശിവാനന്ദ ലഹരിയിൽ കൊടുത്തിരിക്കുന്ന എന്താ? സകല ജീവജാലങ്ങളുടെയും യോഗക്ഷേമം വഹിക്കുന്നവനും ഒടുവിൽ ശ്രേയസ്കരമാകുന്ന സദ്ഗതിയെ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നവനും കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴും അനുസരിക്കേണ്ട മാർഗത്തിന്റെ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നവനും. എന്താ? കാണുമ്പോഴും കാണാത്തപ്പോഴും നമുക്ക് അനുസരിക്കേണ്ട മാർഗം ഈ പ്രകൃതിയുടെ രൂപത്തില് ഈശ്വരൻ നമുക്ക് നിരന്തര സൂചന തന്നുകൊണ്ടിരിക്കുക. എന്താ? നമ്മൾ ജനിക്കുന്നു, വളരുന്നു, നമ്മുടെ ജീവിതത്തില് ശരീരത്തില് മാറ്റങ്ങൾ വരുന്നു. കാരണം എന്താ? ഈ ജഗത്ത് ഒരിക്കലും ശാശ്വതമല്ല എന്ന് നമ്മുടെ ശരീരത്തിലൂടെ കാണിച്ചു തരിക. 5 വയസ്സുള്ള കുട്ടിയല്ല 10, 15, 20 ഇങ്ങനെ ശരീരമാറ്റം. പക്ഷെ ഈ മാറ്റത്തിനൊക്കെ സാക്ഷിയായിട്ട് ഭഗവാൻ തന്നെ ഉള്ളിൽ ഇരിക്കുകയാണ്. സൂചന എന്താ? കണ്ണ് കാണാതാകുന്നു, തലമുടി നരയ്ക്കുന്നു, പല്ല് പോകുന്നു. അതായത് നമ്മൾ പോവാൻ സമയമായി എന്നുള്ള സൂചനകൾ പ്രകൃതി നമുക്ക് തരുന്നു, ഇല്ലേ? നിരന്തര സൂചന. അതിനെയാണ് നമ്മൾ പ്രകൃതിയുടെ രൂപത്തിൽ തരുന്നു എന്ന് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം അതിനെയൊക്കെ നമ്മൾ ഒളിച്ചു വെക്കും. നമുക്ക് ഇഷ്ടമല്ല, അല്ലെ? നമുക്ക് എപ്പോഴും 17 വയസ്സായിട്ടിരിക്കാനാണ് ഇഷ്ടം. അതിനെ മാറ്റി വെച്ചിട്ട് എന്താ പറയാ, നമുക്ക് സൂചന നൽകിയത് നമ്മൾ മനസ്സിലാക്കുന്നതെല്ലാം വൈകിയായിട്ടാണ്. ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും സർവജ്ഞനും ദയാനിധിയുമായിരിക്കുന്ന അവിടത്തേക്ക് അതായത് എന്നാൽ പ്രത്യേകമായിട്ട് അറിയിക്കപ്പെടുവാൻ എന്താണുണ്ട് ഈശ്വര? അങ്ങക്ക് എന്താ ഞാൻ അറിയിക്കേണ്ടത്? എന്നെ അങ്ങ് ഓരോന്ന് അറിയിച്ചുകൊണ്ടിരിക്കണം. കാരണം നിന്റെ സമയം വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇത്രയും വയസ്സൊക്കെ ആയി, വന്നു പോവാറായി, ഇനിയെങ്കിലും നല്ലതായിട്ട് ജീവിക്ക്. പല പല ഇൻഡിക്കേഷൻസ് നമുക്ക് തരുന്നുണ്ട് ഭഗവാൻ. പക്ഷെ അകത്തും പുറത്തും എല്ലായിടത്തും ഇത്രയും ദയുള്ള എല്ലാറ്റിനെയും അറിയുന്ന
സർവത്ര വ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന അങ്ങേ എനിക്കൊന്നും അറിയിക്കാനില്ല, എല്ലാം അങ്ങ് സ്വയം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അല്ലെ? അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട അല്ലയോ നിൻ തിരുവടി എന്റെ അന്തരംഗത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യണേ, അത് മാത്രം മതി എനിക്ക്. ഞാൻ എന്നും ഓർത്തുകൊണ്ടിരിക്കണം അങ്ങയുടെ പാദപത്മങ്ങളെ, കാരണം എനിക്ക് അവിടേക്കാണ് വരേണ്ടത്. പരമേശ്വരം ത്വം ത്വാം അന്തരംഗ ഇതി നിത്യേ സ്മരാമ്യഹം. അല്ലയോ പരമേശ്വര, അല്ലയോ പരാശക്തി, ത്വാം അവിടുന്ന് എന്റെ അന്തരംഗത്തിൽ, എന്റെ ആ ഹൃദയ താമരയില്, ഇതി നിത്യേ ഇവിടെ എന്ത് ചെയ്യണം? എനിക്ക് സ്മരിക്കാൻ പറ്റണം. സ്മരാമി അഹം. എനിക്ക് എന്താ? എന്റെ ഹൃദയ താമരയിൽ ഇരിക്കുന്ന എന്റെ അച്ഛനമ്മമാരെ എപ്പോഴും സ്മരിക്കാൻ തോന്നിച്ചാൽ മാത്രം മതി. അവിടുന്ന് എനിക്ക് വേറെ ഒന്നും തരണ്ട എന്നാണ് പറയുന്നത് ശങ്കരാചാര്യര്. അപ്പൊ എന്ത് ഈ നമ്മുടെ ഹൃദയ താമരയിൽ ഇരിക്കുമ്പോ എന്ത് തോന്നിയാസം കാണിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അവരവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലതേ ചെയ്യാൻ പറ്റൂ. ചീത്ത ചിന്തകൾ വരാൻ പറ്റില്ല, ആരെയും ദ്രോഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്തും കാണിക്കാന്ന് വിചാരിച്ച് എന്തും ചെയ്താൽ എന്താ? അതിന്റെ ഫലമായിട്ട് കിട്ടുന്നത് നമ്മൾ വാങ്ങിച്ചുകൊള്ളണം. കാരണം ഈശ്വരേച്ഛയായിട്ട് അത് സ്വീകരിക്കേണ്ടി വരും. കാരണം ശരിയായിട്ടല്ല, തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിന്റെ ഫലം, തെറ്റായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. അപ്പൊ ഈശ്വരേച്ഛയായ കർമ്മങ്ങള് ഈ ഒരു പ്രപഞ്ചത്തില് ഈശ്വരന് ഇച്ഛയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ അതിലൂടെ നമ്മൾ നടക്കുന്ന എന്താ? ഭഗവാന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. അതിനെതിരെ നമുക്ക് പോവാൻ പറ്റില്ല. നദിക്ക് താഴോട്ടേ ഒഴുകാൻ പറ്റുള്ളൂ, മുകളിലോട്ട് ഒഴുകിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. മനുഷ്യ പ്രയത്നത്തിന് മുകളിൽ നിന്ന് താഴോട്ട് നദി ഒഴുകുക, അതിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഡാം കെട്ടി നിർത്താനേ പറ്റൂ. അപ്പൊ ഈശ്വരേച്ഛ എന്ന് പറയുന്നത് എന്താ? അനുഗ്രഹമാണ്. മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ പ്രപഞ്ചാതീതമായിരിക്കുന്ന ആ ശക്തിയിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെല്ലാം ചലിക്കുന്ന വെറും പാവകളാണ്. നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം, ഈ ലോകത്തിൽ സംഭവിക്കുന്ന സകല പ്രവൃത്തികളുടെയും ഔചിത്യം, അതായത് അനുയോജ്യത തീരുമാനിക്കുന്നത് ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അധർമ്മം, അതായത് അധർമ്മമായിട്ടും പൈശാചിക കൃത്യങ്ങളായിട്ടും ലോകത്തിൽ കാണുന്ന കർമ്മങ്ങൾ ഒന്നും തന്നെ താനേ നടക്കുന്നതല്ല. പ്രപഞ്ച നാടക രചയിതാവ് ഈശ്വരൻ, അദ്ദേഹം ആവിഷ്കരിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന രംഗങ്ങളാണ്. അവയുടെ ശരി, അവയുടെ തെറ്റ്, അതിന്റെ ഔചിത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ആരെയും ഒന്നിലും വിമർശിക്കേണ്ട ആവശ്യമില്ല. അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മങ്ങള് ഈശ്വരനെ ഉള്ളിൽ ഇരുത്തിയിട്ട് ഈശ്വരഹിതത്തിനെതിരായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈശ്വരൻ തന്നെ അവർക്ക് കൊടുത്തോളും. നമ്മൾ എന്തിനാ പറയുന്നത്? നമുക്കെപ്പോഴും ബാക്കിയുള്ളവരെ ശിക്ഷിക്കാത്ത എന്ത്? അധർമ്മം ചെയ്യുന്നത്. ഞാനെല്ലാം ഭയങ്കര നല്ല കർമ്മങ്ങള്, ഞാൻ എന്താ പറയാ എപ്പോഴും സത്യം മാത്രം ചെയ്യുന്ന, എന്താ പറയാ അവരാണ് ഇവരാണ്, ഞാൻ ഒന്നും ചീത്ത ചെയ്തിട്ടില്ല, ചീത്ത വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ബാക്കിയുള്ളവരെ എന്താ? ദുഷ്ടന്മാരെ പന പോലെ ഈശ്വരൻ വളർത്തുന്നു. നമ്മൾ ആരാണ് ഇതിലൊക്കെ ഇടപെടാൻ? അത് ഈ അധർമ്മവും പൈശാചിക കൃത്യങ്ങളെന്നൊക്കെ നമ്മൾ കാണുന്നത് അവര് കൊണ്ടുവന്നിരിക്കുന്ന വാസനകളായിരിക്കാം. അതിൽ ഒരു തീരുമാനം എടുക്കാനോ അതിനെ നല്ലതോ ചീത്തയോ, ചീത്തയ്ക്ക് ചീത്ത എന്ന് പറയാന്നല്ലാതെ അത് എന്താണോ എന്ന് ചോദിക്കാനോ അതിന് ഉത്തരം കൊടുക്കാനോ നമുക്ക് പറ്റുന്നതല്ല. കാരണം എന്താ? ഈ കാണുന്ന കർമ്മങ്ങൾ ഒന്നും തന്നെ തനിയെ നടക്കുന്നതല്ല. പ്രപഞ്ച നാടക രചയിതാവ് ഒരാളുണ്ട്, കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് ചേർത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഓരോ രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പൊ അവയുടെ ശരിയും തെറ്റിയും ഒന്നും നമ്മൾ നോക്കാൻ പോണ്ട. ആ രംഗങ്ങൾ ഒന്നും തിരുത്തി മാറ്റി എഴുതുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നു ദുഷ്ടന്മാരാണ് ഇപ്പം കലിയുഗത്തിലായിരിക്കാം, അത് കലിയുടെ ബാധയായിരിക്കാം. പക്ഷെ ശിഷ്ടന്മാരും ഉണ്ട്, അതൊരു സത്യം മാത്രമാണ്. ശിഷ്ടന്മാർക്ക് ഈശ്വരന്റെ തണലുണ്ടാകും എന്നുള്ളതിന് ഒരു സംശയമില്ല. ദുഷ്ടന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? ആത്മഹത്യ ചെയ്യണു, ആക്സിഡന്റ് സംഭവിക്കണു, സ്വയം മരണം തന്നെ ഉണ്ടാകണില്ല. അവരുടെ ജീവൻ അവരെന്തൊക്കെ ആശ്രയിച്ച് സുഖിക്കാന്ന് വിചാരിക്കണോ അതൊന്നും അവർക്ക് സുഖിക്കാൻ പറ്റുന്നില്ല. നമുക്കോ ഈശ്വരന്റെ തണലിൽ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ആ പാദപത്മങ്ങളെ സ്മരിച്ച് ജീവിക്കാൻ പറ്റണു. പക്ഷെ ഇതിന്റെ ശരിയും തെറ്റും ഒന്നും പറയാൻ, അതിന്റെ ഔചിത്യം മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഈ ചെറിയ ബുദ്ധി എന്തിനാണ് ബാക്കിയുള്ളവരെ വിമർശിച്ച് സമയം, ഇത് പറയുന്ന ആരാ? ശങ്കരാചാര്യര്. നമ്മൾ ആരെയും വിമർശിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശ്വര രചയിതമാണ്, ഈശ്വരനാൽ രചിക്കപ്പെട്ട ഈ പ്രപഞ്ചം. അവിടെ നടക്കുന്ന നാടകങ്ങള്, അവിടെ വിട്ടിരിക്കുന്ന കളിപ്പാവകള്, രംഗങ്ങളൊന്നും മാറ്റി തിരുത്താനോ ഡയലോഗ് മാറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഒരു വർഷം മുമ്പേ നമ്മൾ പലതും അറിഞ്ഞിരുന്നോ? ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് എന്തൊക്കെ നമുക്ക് സംഭവിച്ചു? അതൊക്കെ മാറ്റി എഴുതാൻ നമുക്ക് പറ്റിയോ? പറ്റിയില്ല. പിന്നെ എന്താ? പക്ഷി മൃഗാദികൾ ഒരു കുഴപ്പമില്ലാതെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നുണ്ട്. മനുഷ്യൻ എന്ന ഉത്കൃഷ്ട ജീവിയാണ് വീട്ടിൽ ഇന്ന് ഭയന്ന് കഴിയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സുഖദുഃഖങ്ങള്
ആവർത്തനം, ചലനം, ഇവയെല്ലാം ജീവിതത്തിന്റെ മൗലികമായിട്ടൊരു സ്വഭാവം മാത്രം. അപ്പൊ ജീവിതമാകുന്ന പരിവർത്തന ചക്രത്തിലൂടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം മാത്രമാണ് മനുഷ്യൻ എന്ന് അറിഞ്ഞുകൊള്ളുക. കാരണം കാലപ്രവാഹത്തിലൂടെ അവന്റെ ഈ രൂപത്തിന്, കെട്ടിനും മട്ടിനും, നമ്മൾ ഇന്നിട്ടിരിക്കുന്ന ഈ കുപ്പായം, എന്റെ ഈ പേര്, എന്റെ ഈ ജന്മം എല്ലാം വെറും സ്മൃതികളായിട്ട് നമ്മുടെ മക്കളുടെ സ്മരണയിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ അതൊരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. ജീവൻ വെറും ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഭഗവത്ഗീതയില് മോക്ഷ സന്യാസ യോഗത്തില് എന്താ പറയാ, ഭഗവാൻ പറയുന്നുണ്ട്, 8-ാം അധ്യായം, നമ്മൾ വളരെ നല്ലൊരു അധ്യായമാണത്. ആ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് വിപുലമായിട്ടുള്ള ഒരു ഉപദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സമാപന വാക്യം എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരു വൈൻഡിങ് അപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ആ ഒരു 4 ശ്ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. അതായത് അതറിഞ്ഞാല് നമ്മൾ ഈ കേട്ടതെല്ലാം സത്യമാണെന്ന് അറിയും. എന്താണത്? യത് അഹങ്കാരമാശ്രിത്യ ന യോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായാസ്തേ പ്രകൃതിസ്ത്വം നിയോഷ്യസി. ഇതിന്റെ അർത്ഥം, ഇത് പറയാൻ കാരണം ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നും. ഗീത എടുത്ത് നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് നമ്മൾ ശ്ലോകങ്ങൾ പറയണത്. നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, ഭഗവാൻ തന്നെ പറയുന്നതാണ്. എന്താണ് ഭഗവാൻ ഇതിൽ പറയണത്? അജ്ഞത കൊണ്ട് യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലയോ അർജുന, അത് നടക്കാൻ പോകുന്നില്ല. അതായത് നിന്റെ ബന്ധുക്കളാണ് വന്ന് നിൽക്കുന്നത് കുരുക്ഷേത്രത്തില്, എന്റെ അമ്മാവൻ, എന്റെ അപ്പൂപ്പൻ, എന്റെ അടുത്ത ബന്ധുക്കളെ ഞാൻ അവരെ കൊല്ലില്ല എന്ന് പറഞ്ഞ് നീ തേർത്തട്ടിൽ ഇങ്ങനെ വിഷാദ യോഗത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം അത് നടക്കാൻ പോണില്ല. കാരണം നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്. ഭഗവാൻ പറയാ. എന്തുകൊണ്ടെന്നാല് പ്രകൃതമായിട്ട്, സ്വാഭാവികമായിട്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന ഗുണം നിന്നെ യുദ്ധത്തിൽ പിഴച്ചിറക്കുക തന്നെ ചെയ്യും. അതായത് ഭഗവത് ഇച്ഛയാണ് പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഡയമെൻഷൻ, അത് ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാന്റെ മായയാണ് ഈ പരാശക്തി. അപ്പൊ ഇവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നാൽ എന്താ? നമ്മളെ അടിച്ചിറക്കും. അർജുനനാണ്, എല്ലാത്തിനെയും ജയിച്ചവനാണ് അർജുനൻ. എന്താ പറയാ, വിഷാദ യോഗത്തിൽ കുനിഞ്ഞിരുന്നപ്പോ പറയുക ഭഗവാൻ, നീ അജ്ഞത കൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട അർജുന, നിനക്ക് പറ്റില്ല. കാരണം ഈ പ്രകൃതി മഹാമായയാണ്, മഹാശക്തിയാണ്. ഈ പ്രകൃതിയുടെ ഇച്ഛയെ മാറ്റാൻ നിനക്ക് കഴിയില്ല. കാരണം എന്താ? നീ ഇതിനകത്താണ്. നീ ഈ ഒരു പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണ് നിന്റേത്. പ്രകൃതി പറയുന്ന പോലെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ഒരു ഭഗവത് ഇച്ഛയെ ആണ് നമ്മളെ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് പലതും നമ്മൾ ചെയ്യും, ചെയ്യും എന്ന് വിചാരിക്കുന്നതോ പലതും ചെയ്യില്ല. ഇതല്ലേ നമുക്ക് സംഭവിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈശ്വര നിശ്ചയമാണ് എന്നാണ് ഇതിന്റെ സൂക്ഷ്മാർത്ഥം. അപ്പൊ നിന്റെ സ്വഭാവത്തിൽ നിന്നുണ്ടായ സ്വന്തമായിട്ടുള്ള ഒരു കർമ്മം, ആ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ട നീ ഏത് കർമ്മം ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നുവോ അത് പ്രകൃതിക്ക് അടിമപ്പെട്ട് അവശനാണെങ്കിലും നിങ്ങൾ ചെയ്യും, നമ്മൾ ചെയ്തു പോകും. കാരണം സ്വന്തം കർമ്മങ്ങളുടെ പുണ്യപാപങ്ങളില് സ്വയം ചിന്തിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് ഇല്ല. അതാണ് ഭഗവാൻ പറയണത്, നിനക്കില്ല. അർജുനനോട് പറയുക. അപ്പൊ ഫ്രീ വില്ലില്ല. ഇത് ഈ പറയുന്നതെല്ലാം കൃഷ്ണൻ അർജുനനോടല്ല, ആ പരമാത്മാവ് നമ്മൾ ഓരോരുത്തരെടുത്താണ് പറയുന്നത്. ഈ ജനിച്ചവരെല്ലാം അർജുനന്മാരാണ്, ഈ ഭൂമിയിൽ വന്നിരിക്കുന്നവര്. പക്ഷെ അർജുനനോളം പ്രാഗൽഭ്യം ഇല്ലാന്നേ ഉള്ളൂ. അതിൽ എത്തിച്ചേരുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഫ്രീ വില്ലില്ല. എന്താ കാര്യം? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനാം യന്ത്രാരൂഢാനി മായയ. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? ഈശ്വര സർവഭൂത, ഈശ്വരൻ എന്ന് പറയുന്ന പരമമായിട്ടുള്ള ശക്തി എല്ലാ ഭൂതങ്ങളുടെയും ഭവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദ്ദേശേ, ഹൃദയപത്മത്തിൽ ഇരുന്നു കൊണ്ട് അർജുന അവിടെ ഇരിപ്പുണ്ട്, എല്ലാം നടത്തുന്ന ആള് അല്ലെ. ഭ്രാമയൻ, എല്ലാത്തിനെയും കറക്കി അടിച്ചുകൊണ്ടിരിക്കുക, ഭ്രമിപ്പിച്ചുകൊണ്ട് കറക്കിക്കൊണ്ടിരിക്കണു. സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഒരു യന്ത്രത്തില്, ഒരു യന്ത്രപ്പാവകളില് എങ്ങനെയാണോ യന്ത്രം ഒരു സ്വിച്ച് ഇട്ടാല് അത് കറങ്ങുന്നത്, അതിന്റെ മോട്ടോർ കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് അത് കറങ്ങുന്നത്, അതുപോലെ എപ്പോഴാണോ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും ആ നിയമം അനുസരിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കണു. അർജുന, നീ വെറും ഒരു യന്ത്രപാവയെ പോലെയാണ്. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും, സൃഷ്ടിജാലങ്ങളെയും എന്റെ ആജ്ഞാശക്തി കൊണ്ട് കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നവനായിട്ട് ഈശ്വരൻ എല്ലാ സൃഷ്ടികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്താ? നമ്മുടെ എല്ലാം ഹൃദയ പത്മത്തിൽ ഇരിക്കുകയാണ് അവര്. ആ ജഗത് മാതാപിതാക്കളായിരിക്കുന്ന പരമമായിരിക്കുന്ന ആ ശക്തി. ഏറ്റവും വലിയൊരു ഉറപ്പാണ് ഭഗവാൻ തരുന്നത്. കാരണം എന്താ? നിങ്ങളല്ല ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഞാനാണ്.
എല്ലാ സർവഭൂതാശയ ഹൃദസ്ഥിത എന്നൊക്കെ പറയുമ്പോ എന്താ, എല്ലാവരുടെയും ഭൂതങ്ങളുടെ ഹൃദയഭാഗത്ത് ഞാൻ അഹം അഹം ഇതി നിത്യേ എല്ലാം നമ്മള് രമണ മഹർഷിയുടെ ഇതിൽ കണ്ടു ഇല്ലേ? ഹൃദയ കുഹരമധ്യേ, ആ കുഹരത്തിൽ, ആ കിണറ്റില്, ഹൃദയമാകുന്ന ഗുഹയുടെ ഉള്ളില് കേവലം ബ്രഹ്മ മാത്രം, ബ്രഹ്മ തത്വമായിട്ട് കാണിച്ചുകൊണ്ട് കേവലം ബ്രഹ്മ മാത്രം ഈ അഹം അഹമിതി സാക്ഷാത്, ഞാൻ എന്ന് പറയുന്നത് ശരീരത്തെയോ മനസ്സിനെയോ ബുദ്ധിയോ അല്ല, ആരെയാണ്? ഈ ഈശ്വരനെ. അഹം അഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി, നമ്മുടെ ആത്മാവായിരിക്കുന്ന ആ വ്യക്തിയാണ് നമ്മൾ വലതുവശത്ത് തൊട്ടുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ ഹാർട്ട് അമ്മ ദേവി എന്നൊക്കെ തൊടുന്നത് ആരെയാ? നമ്മുടെ കൂടെ ഈശ്വരനുണ്ട്, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ മഹാത്മാവ് കൊലപാതകി എന്ന ഒരു ഭേദവും നമ്മൾ ജീവജാലങ്ങൾക്ക് ഉണ്ടാക്കണ്ട. ഹൃദയാകാശത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു, ആ ഈശ്വരൻ നിശ്ചയിക്കുന്ന അനുസരിച്ച് അവന്റെ കർമ്മങ്ങൾ പോകുന്നു. നമ്മൾ ആരെയും വലുതും ചെറുതുമാക്കി കാണണ്ട. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അറിയാം, പ്രകൃതി നിയമം അനുസരിച്ച് താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ത്വമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇതിൽ കൂടുതൽ ഭഗവത്ഗീതയിൽ ഒന്നും പറയാനില്ല. എന്താ? നിന്നെ മാത്രം ശരണം ഗച്ഛ, ഈ ഭഗവാനെ മാത്രം ശരണാഗതി ചെയ്യൂ. സർവഭാവേന, എല്ലാ ഭാവത്തിലും ജ്ഞേയങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് എല്ലാം എന്താ കാണണം? ഈ ഈശ്വരനെ കണ്ടോളൂ. ആ ഈശ്വരന്റെ ഇഷ്ടത്തിന് തത് പ്രസാദാത് പരാം ശാന്തി, ആ ഈശ്വരൻ പ്രസാദിച്ചാല് നമുക്ക് കിട്ടുന്ന എന്താ? പരാം, ആ ബിയോണ്ട് ആയിരിക്കണ ആ ഒരു ശാന്തി, വിശ്രാന്തി നമുക്ക് കിട്ടും. സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം, നിനക്ക് നിന്റെ ജീവിതത്തില് ഈ ശരീരത്തെ ഉപേക്ഷിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? ഒരു പ്രഥമ നല്ലൊരു സ്ഥാനം, അതായത് മോക്ഷസ്ഥാനം നിനക്ക് കിട്ടും എന്ന് പറയാണ്. അപ്പൊ ദേഹം ഇന്ദ്രിയാദി മനോബുദ്ധികൾ കൊണ്ട് ഈശ്വരനെ ശരണം പ്രാപിക്കുക, അവിടുത്തെ പ്രസാദം ഉണ്ടായാൽ എന്താ? ഈ ഒരു നിരതിശയമായിരിക്കുന്ന ശാന്തി കിട്ടും, പരമവും ശാശ്വതവുമായിട്ടുള്ള സ്ഥാനം നിനക്ക് പ്രാപിക്കാൻ പറ്റും. അഹങ്കാരം കൊണ്ട് യുദ്ധം ചെയ്യില്ല എന്താ പറയാ എന്ന് നീ പറയേണ്ട ആവശ്യമില്ല. കാരണം ആ നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എന്താ പറയാ, അതായത് ഈ പ്രകൃതി നിന്നെ കൽപ്പിച്ചയച്ചിരിക്കുന്നത് അതിനാണ്. അല്ലയോ കൗന്ദേയ, നീ സഹജമായിട്ടുള്ള നിന്റെ സ്വന്തം കർമ്മം കൊണ്ട് ബദ്ധനായിട്ട് അവകാശപ്പെട്ട് ചെയ്തിട്ടും ചെയ്യാൻ എന്താ പറയുക ഇച്ഛ നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ഇച്ഛയില്ലെങ്കിലും നിൽപ്പുണ്ട് അർജുന ഞാൻ നിന്റെ കൂടെ, നീ ചെയ്തേ തീരുള്ളൂ. അർജുന, സർവർക്കും ഹൃദയത്തിങ്കൽ ഈശ്വരൻ യന്ത്രം കേറ്റി ഭൂതജാലം മായ കൊണ്ട് തിരിപ്പവൻ എല്ലാം കൊണ്ടിടുന്നും അവനെ ശരണം കൊള്ളുക ഭാരത തത് പ്രസാദാത് ശാന്തിയേതി ശാശ്വത സ്ഥാനം എത്തുമോ എന്ന് മനോഹരമായിട്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തില് ഇതിനെ, അതായത് യന്ത്രാരൂഢാനി മായ എന്നുള്ളതിന് നല്ലൊരു തർജ്ജമ കൊടുത്തിട്ടുണ്ട്. അർജുനൻ, അതായത് സർവർക്കും ഹൃദയത്തിങ്കൽ ഈശ്വരൻ യന്ത്രം കേറ്റി ഭൂതജാലം മായ കൊണ്ട് തിരിപ്പവൻ എല്ലാം കൊണ്ടിട്ട് അവനെ ശരണം കൊള്ളുക ഭാരത തത് പ്രസാദാത് ശാന്തി ഏന്തി ശാശ്വത സ്ഥാനമെത്തുമോ എന്ന് ശാന്തി ഏന്തി ശാശ്വത സ്ഥാനം എത്തുമോ, ശാശ്വതമായിരിക്കുന്ന ഒരു സ്ഥാനം നീ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്നാണ് ഇതിന്റെ മലയാള പരിഭാഷ. അങ്ങനെ എല്ലാം ഈശ്വരേച്ഛയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ? പരമമായിട്ടുള്ള ഒരു ശരണാഗതി എന്തുകൊണ്ട് ചെയ്തുകൂടാ? ചെയ്യണം, ചെയ്തേ തീരുള്ളൂ. എന്നാലേ നമ്മുടെ ജീവിതം സാർത്ഥകമാവുള്ളൂ. അതാണ് സത്യവും. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വെറും എന്താ പറയാ അയോഗ്യനാണ്, എനിക്ക് അശരണനാണ്, എനിക്ക് അനാഥനാണ് എന്നൊക്കെ പറയുന്നു ശങ്കരാചാര്യർ. ഇത്രയും ഉയർന്ന ജ്ഞാനമുള്ള അദ്ദേഹം പറയുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെയാ നിൽക്കുന്നത്? ആ പരമമായിട്ടുള്ള ജ്ഞാനം അതാണ് ശങ്കരാചാര്യരുടെ പരമമായിരിക്കുന്ന, അതായത് അദ്ദേഹം ജീവിതത്തിലൂടെ തന്റെ സബരിയിലൂടെ തന്റെ ആ ഒരു ആശ്രമത്തിലൂടെ സന്യാസി ആശ്രമത്തിലൂടെ അറിഞ്ഞ സത്യത്തെയാണ് നമുക്ക് തരുന്നത്. കാരണം എന്താ? എല്ലാം ഈശ്വരേച്ഛയാണ്. ആ പരമമായിട്ടുള്ള ശരണാഗതി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതാണ് പരമമായിട്ടുള്ള ജ്ഞാനം. ഈ ജ്ഞാനത്തിലൂടെ മാത്രം, ഭക്തി ജ്ഞാനം എല്ലാം തന്നെ അതുകൊണ്ട് നമുക്ക് എന്താ? ആ ഒരു ഈശ്വരന്റെ ശരണാഗതി നമുക്കും ചെയ്യാം. അതായത് നമുക്ക് മുക്തരാവണമെങ്കിൽ ആ അമ്മയെ നമുക്ക് കൈവല്യ പദദായിനിയായിട്ട് കണ്ട് നമുക്ക് കൈവല്യ പദവിയെ തരാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കാരണം ഈശ്വരനിലോട്ട് അടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളെ ശുദ്ധരാക്കിക്കൊണ്ട് നമ്മുടെ സ്വരൂപത്തിൽ തന്നെയാണ് അടുപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും
ആ ഒരു സാമീപ്യ, സാലോക്യ, സായുജ്യ മുക്തി, ഈ നാല് തലങ്ങളുണ്ട് അല്ലേ? ആ സാരൂപ്യം നമ്മൾ ഇനി അത് കാണും. സാരൂപ്യം, സായുജ്യം, സാമീപ്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയോടുകൂടി ഇരിക്കുന്നു. എവിടെ നമ്മൾ വേറെ ഒരിടത്തും പോണ്ട. നമ്മുടെ ഹൃദയപത്മത്തിൽ ഇരിക്കുന്ന അമ്മയോടുകൂടി കുറച്ച് സമയം ഇരിക്കുക, മനസ്സിനെ അകത്തോട്ട് കൊണ്ടുപോവുക. ആ ഒരു ദുർഗുണങ്ങളുടെ വിളനിലമായിട്ട് എന്താ പറയാ, ദുർഗന്ധം വമിപ്പിക്കുന്ന ഹൃദയസ്ഥാനത്ത് ഇപ്പോഴെന്താ, ആ താമര കൂമ്പി നിന്ന താമര ഇന്ന് നമ്മുടെ ജ്ഞാനം കൊണ്ട് വിടർന്ന്, ആ ആമ്പല് ചന്ദ്രനെ കണ്ട് വിടരുന്ന പോലെ, സൂര്യനെ കണ്ട് താമര വിടരുന്ന പോലെ, ഈ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് നമ്മുടെ ഹൃദയ താമര ആ അഷ്ടദള പത്മത്തില്, ആ ഒരു അഗ്നിമണ്ഡല സൂര്യ സോമമണ്ഡലങ്ങൾക്ക് നടുവില് ആ സൂര്യമണ്ഡലമാകുന്ന തേജസ്സോടുകൂടി ഇരിക്കുന്ന ആ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്ന ആ പരാശക്തിയെ സദാ കണ്ട് നമസ്കരിക്കുക. ഒരു തേജോ പുഞ്ചമായിട്ട്, ഒരു തേജോ ഗോളമായിട്ട് അല്ലെ, എല്ലാ അജ്ഞാനങ്ങളാകുന്ന ഇരുട്ടിനെ മാറ്റി നമുക്ക് ജ്ഞാനപ്രകാശം തന്ന് നമുക്ക് ആ കൈവല്യ പദത്തെ തരുന്ന പരാശക്തിയുടെ പാദപത്മങ്ങളില് വീണ്ടും നമസ്കരിച്ച് നമ്മുടെ പുണ്യപാപങ്ങളെല്ലാം വെറും എന്താ പറയാ, അമ്മയുടെ കയ്യിലിരിക്കുന്ന പാവകളാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി വേറെ ഒന്നിനും സങ്കല്പിക്കേണ്ട. കാരണം ഇവിടെ കിട്ടുന്നത് ഒന്നും ശാശ്വതമല്ല, അത് താൽക്കാലികമാണ്. നമുക്ക് ശാശ്വതമായിരിക്കണ ആ പരമമായിരിക്കണ സ്ഥാനം തരണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പാദപത്മത്തില് ആ ഒരു എന്താ, ആ യോഗികളുടെ ഹൃദയത്തില്, യോഗീന്ദ്രാണ്, ആ യോഗികളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ പാദങ്ങളാണ് എൻ്റെ ഈ പാവപ്പെട്ട, നമ്മളെ ഒന്നും അറിഞ്ഞുകൂടാത്ത അജ്ഞനായിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലും ഇരിക്കണമെന്ന് കണ്ട് അതിനെ ശുദ്ധമാക്കി, അതിനെ എന്താ ശുദ്ധജലം കൊണ്ട്, നമ്മുടെ കണ്ണുനീരാകുന്ന, നമ്മുടെ ശ്രദ്ധയാകുന്ന ആ ശുദ്ധജലം കൊണ്ട് ആ കാലിനെ കഴുകി ആ ഒരു ഹൃദയ താമരയിൽ വെച്ച് ദിവസവും പൂജിക്കുക. അത് തന്നെ ആ കൈവല്യ പദമുക്തി എന്ന് പറയുന്നത്. എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.